ആദ്യമായിട്ട് ഫൊക്കാനയുടെ ആരംഭകാലം മുതൽ പ്രവർത്തിച്ചതും ഫൊക്കാനയുടെ എല്ലാമായിരുന്ന ശ്രീ അനിരുദ്ധൻ സാർ, നമ്മുടെ എല്ലാമായിരുന്ന ചാക്കോച്ചായൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ശേഷമാണ് രണ്ടും സംഭവിച്ചത്. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് 1 മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് നമുക്കെല്ലാം എഴുന്നേറ്റ് ഇന്ന് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ജനറൽ ബോഡി ആയതിൻ്റെ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ശ്രീകുമാർ മിത്ത, ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ ഒരു വർഷം ഫൊക്കാനയ്ക്ക് പ്രവർത്തനങ്ങളുടെ വർഷമായിരുന്നു. കഴിഞ്ഞ ഭരണസമിതി ഫൊക്കാനയിൽ 2 ഗ്രൂപ്പായി വന്ന് മത്സരിച്ചു. അതിനുശേഷം ഒരു ഗ്രൂപ്പായിട്ട് ഫൊക്കാന എന്നൊരു ഗ്രൂപ്പായി മാറി പ്രവർത്തനങ്ങൾ ഒരു വർഷം തന്നെ കാഴ്ചവെക്കുകയായിരുന്നു. മറ്റുള്ള സംഘടനകൾക്കൊക്കെ ആവേശവുമായും അസൂയയും തോന്നിക്കുന്ന ഒരു പ്രവർത്തനം ഫൊക്കാനയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് ജനറൽ ബോഡി വിളിക്കണം എന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായും. കാരണം കഴിഞ്ഞൊരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തേണ്ടതും ഈ ജനറൽ ബോഡിയാണ്. അതിനകത്ത് അനാവശ്യമായ കോംപ്ലക്സുകൾ കൊണ്ടുവരാതെ ഫൊക്കാനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജനറൽ ബോഡി വിളിച്ചത്. ആ ജനറൽ ബോഡി വിളിച്ചപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നാഷണൽ കമ്മിറ്റിയും ട്രസ്റ്റി ബോർഡും ഒക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ പല ഭാഗത്തു നിന്നും അതിന് വിമർശനമല്ല, ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പം 2 ഗ്രൂപ്പായി തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് ഫൊക്കാനെ ഒന്നേ ഉള്ളൂ. ഫൊക്കാനെ ഞങ്ങളുടെ ടീമിൽ നിന്ന് തന്നെ പലരും ഫൊക്കാനയുടെ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഞങ്ങളോട് ചോദിക്കുക എവിടെയാണ് മത്സരിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ മത്സരിക്കൂ എന്നേ ഞങ്ങൾ പറയാറുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല, ഞങ്ങൾക്കുള്ളത് ഫൊക്കാനയാണ്, ഫൊക്കാനയുടെ ലീഡർഷിപ്പാണ്. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ നോക്കണം, പണ്ട് ഫൊക്കാനയിൽ ഭാരവാഹിയാവാൻ വേണ്ടിയിട്ട് നെട്ടോട്ട കൊടുത്തൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥിതിവിശേഷം മാറി. ഞങ്ങളുടെ എല്ലാ റീജിയണൽ വൈസ് പ്രസിഡന്റുമാരും ഇന്ന് ഭാരവാഹികളായിട്ട് മത്സരിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. അവരെ കൈപിടിച്ചുയർത്തി മുന്നേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അങ്ങനെ യുവാക്കളെ ഫൊക്കാനയിലേക്ക് കൊണ്ടുവന്ന് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ വർഷം മത്സരിക്കുന്നവർക്ക് ആർക്കും ഫൊക്കാനയുടെ കാൻഡിഡേറ്റിനെ തേടി അസോസിയേഷൻ തോറും നടക്കേണ്ട ഒരു കാഴ്ചയില്ല. അവരിവിടെ തന്നെയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഈ സംഘടന. ഇന്ന് ശ്രീകുമാർ മിത്തൻ സെക്രട്ടറി ആയതുകൊണ്ട് ഇന്ന് അവസാനിക്കുന്നില്ല. നാളെ അല്ലെങ്കിൽ സജീവൻ പ്രസിഡന്റ് ആയതുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സംഘടന മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോകണമെങ്കിൽ ധീരമായ നേതൃത്വം വരണം. വരട്ടെ, മത്സരിക്കട്ടെ, ജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. അല്ലാതെ ആരെയും ഈ കമ്മിറ്റി പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ എസ്പെഷ്യലി ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സും പ്രസിഡന്റും സെക്രട്ടറിയും ഒരു ഭാഗമാവത്തില്ല. അവർ ഫൊക്കാനയുടെ ഭാഗമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രയും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിച്ചത് കാരണം പല ഭാഗത്തു നിന്നും പല കംപ്ലൈന്റ്സും വരുന്നത് കൊണ്ടും നിങ്ങൾ അവരുടെ കൂടെ നമ്മളൊക്കെ സംസാരിക്കുമ്പം പല കാര്യങ്ങൾ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയും, ഒരു എക്സാമ്പിൾ പറയാണ്, അവരൊക്കെ മത്സരിക്കട്ടെ, അവർക്ക് ഇലക്ഷൻ അല്ലയോ എന്ന് പറയുമ്പോൾ പറഞ്ഞു വന്ന സെന്റൻസിന്റെ ഒരു സ്പോട്ട് എടുക്കും. ശ്രീമർമ്മത്താൻ പറഞ്ഞു മത്സരിക്കട്ടെ, അവർക്കൊക്കെ ഇലക്ഷൻ വേണമെന്നാ ആള് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് ഈ ഒരു ഫൊക്കാനയുടെ വിഘടിത സ്വഭാവം അല്ലെങ്കിൽ ഫൊക്കാനയിൽ ഒരു വിഘടിതം വളർത്തിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നടക്കില്ല. ഞങ്ങൾക്കിവിടെ ഇലക്ഷൻ ഉണ്ടായാലും ഇല്ലായാലും സജിമോൻ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്, 500 ഫാമിലി അവിടെ ഉണ്ടായിരിക്കും. അത് ഇലക്ഷൻ ഉണ്ടായാലും ഇല്ലായാലും അവിടെ 500 ഫാമിലി ഉണ്ടായിരിക്കും. അടുത്തൊരു കൺവെൻഷൻ ചരിത്രപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ നടത്തിയിരിക്കും. അത് ഇലക്ഷൻ ഉണ്ടായാലും ഇല്ലായാലും അവിടെ ചെയ്തിരിക്കും. ഞങ്ങൾക്ക് ഇലക്ഷൻ വേണ്ട എന്നുള്ളൊരു പ്ലാനായിരുന്നു ആദ്യം മുതൽ തന്നെ. ഇലക്ഷൻ സംഘടനയാവരുത്, നമുക്ക് പ്രവർത്തനങ്ങളുടെ ഒരു വർഷമായിരിക്കണം, 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു സംതൃപ്തമായിരിക്കണം കൺവെൻഷൻ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. പക്ഷെ പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാർക്കെല്ലാം മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മളത് മുടക്കരുത് എന്ന് പറഞ്ഞാൽ മത്സരിക്കണമെങ്കിൽ മത്സരിക്കൂ. നിങ്ങളാണ് മത്സരിക്കുന്നത്,
വേണ്ടി ഞങ്ങളല്ല മത്സരിക്കുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് ഏത് ഗ്രൂപ്പ് എന്നുള്ളതല്ല, ആർക്ക് വേണമെങ്കിലും ഏത് ഗ്രൂപ്പിൽ നിന്നും മത്സരിക്കാം. അവരെല്ലാം ഫൊക്കാനക്കാരാണ്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഒന്നായിരിക്കും, ഒരു ടീമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. സലിമോൻ ആന്റണി കൂടുതലായിട്ട് പറയും. എങ്കിലും ഞാൻ ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്, ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ്, ഈ രണ്ട് കാർഡുകളും ഫൊക്കാനയുടെ ഒരു മോസ്തുതി തന്നെ, ഫൊക്കാനയുടെ ഫേസ് തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമാണ്. കാരണം ഫൊക്കാനയുടെ പ്രവർത്തന ശൈലിയിൽ വന്ന ഒരു മാറ്റമാണ് അതിൽ വന്നത്. ഓരോ മെഡിക്കൽ കാർഡും ആയിരക്കണക്കിന് രൂപയാണ്, 35,000 40,000 രൂപ വീതം ഓരോരുത്തരും ലാഭിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് കമന്റ് പറയും, ശ്രീകുമാരേ, സലിമോനെ, ഇതൊക്കെ ഭയങ്കരമാണ്, നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നല്ലോ. ബാക്കിയുള്ള അസോസിയേഷനുകളൊക്കെ ഇവിടെ പേരിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെ ഞങ്ങൾ എത്ര പ്രശംസിച്ചാലും മതി വരത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മിറ്റിയിൽ നിന്ന് അവരുടെ കമ്മിറ്റി കേൾക്കാറില്ല. നമ്മൾ പൊതുജന സമൂഹം നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട്. സലിമോനെ, ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഫൊക്കാനയുടെ ഒരു പ്രസിഡന്റ്, ഒരു ഫുൾ ടൈം പ്രസിഡന്റിനെ കിട്ടി. ഏത് സമയത്ത് വിളിച്ചാലും 24/7 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഫൊക്കാന മെഡിക്കൽ കാർഡും ഫൊക്കാന പ്രിവിലേജ് കാർഡും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് കഴിഞ്ഞ ആഴ്ച കാനഡിക്കറ്റ് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു മീറ്റിംഗ് നടത്തി ഏകദേശം 150ഓളം കാർഡുകൾ കൊടുത്തു. ഈ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 4,000-നും 5,000-നും ഇടയ്ക്ക് കാർഡുകൾ ഈ കേരള കമ്മ്യൂണിറ്റിയിലെ ആളുകളിൽ എത്തിക്കാൻ ഫൊക്കാനയ്ക്ക് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഫൊക്കാന ഈസ് ഇന്ററാക്ടിംഗ് വിത്ത് അറൌണ്ട് 10,000 പീപ്പിൾ. അതാണ് നാം പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഫൊക്കാന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായിട്ട് സംവാദിക്കാനും ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മലയാളി വേണ്ടുന്ന എന്തെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ടീമാണ് ഇന്നുള്ളത്. ഫൊക്കാനയുടെ യൂത്ത് ക്ലബ്ബ്, ഞാൻ മുമ്പേ പറഞ്ഞ ഇലക്ഷന് ഫൊക്കാനയുടെ യൂത്ത് ക്ലബ്ബ് ഏകദേശം 100ഓളം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയാണ് വിപുലീകരിച്ചിരിക്കുന്നത്. ഫൊക്കാനയുടെ യൂത്ത് ക്ലബിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് യുവാക്കളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പൊ തന്നെ അറിയാം, പണ്ടുള്ള ഫൊക്കാനയല്ല ഇന്നത്തെ ഫൊക്കാന. ഫൊക്കാനയുടെ രൂപം മാറി, ഭാവം മാറി. അത് കൂടുതൽ മാറണം. നമുക്ക് ശേഷം പ്രളയമല്ല, നമുക്ക് ശേഷം ഇവിടെ ലോകമുണ്ട്. ആ ലോകത്ത് ആളുകൾ ഉണ്ടായിരിക്കണം. അവരെ ചെറുപ്പക്കാരെ വളർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി തന്നെയാണ് ഈ ഫൊക്കാന ഈ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വുമൻസ് ഫോറത്തിന് ഏകദേശം 250-ലധികം മെമ്പേഴ്സുള്ള ഒരു വുമൻസ് ഫോറം ഈ ടീമിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഏകദേശം $50,000 വീതം ഏകദേശം 27 പേർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അവർ ചരിത്രം കുറിക്കുകയായിരുന്നു. അങ്ങനെ പല രീതിയിലും പല മാതൃകയായി ഫൊക്കാന വുമൻസ് ഫോറവും മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പം ഫൊക്കാന മെൻസ് ഫോറവും മുന്നോട്ട് വരുന്നു. മെൻസ് ഫോറത്തിന്റെ ആവശ്യം ഞാൻ പറഞ്ഞു. ഇവിടെ കൂടുതൽ യുവാക്കളെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വെറും ഒരു ആട്ടവും പാട്ടവും തന്നെയല്ല, പല രീതിയിലും പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് അവരെ മുന്നോട്ട് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയും. അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ സംഘടന വളർന്ന് വന്നിരിച്ച് ഒരു വലിയ ആൽമരമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫൊക്കാനയുടെ റീജിയണൽ കൺവെൻഷനുകൾ, റീജിയണൽ ഇനാഗ്രേഷൻ, ഫൊക്കാനയുടെ റീജിയണൽ ഇനാഗ്രേഷൻ എല്ലാ റീജിയനിലും ഒന്നിനൊന്ന് മെച്ചമായി നടന്നു. നമ്മളെല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ റീജിയണൽ ഇനാഗ്രേഷൻ, റീജിയണൽ പ്രവർത്തനവും നല്ല രീതിയിൽ നടത്തണം. ആ നല്ല രീതിയിൽ നടത്തിയതുകൊണ്ട് അവരെ എല്ലാം നമ്മൾ ഫൊക്കാനയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നത്തേതും പോലെ കൺവെൻഷൻ ആകുമ്പോൾ ഒരു കിക്ക് ഓഫ് വയ്ക്കും, 4 പേരും കൂടും, അങ്ങനെയുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല ഈ വർഷം. എല്ലാ റീജിയണൽ ഇനാഗ്രേഷനുകളും 500-600 പേരുള്ള ഫൊക്കാനയുടെ ഒരു മിനി കൺവെൻഷനായി തന്നെയാണ് നടന്നുപോയത്. എല്ലാ കൺവെൻഷനുകളും എടുത്തു പറയേണ്ടത് ഫ്ലോറിഡയിലെ കൺവെൻഷനാണ്. അവിടെ ഏകദേശം 750 പേരോളം ഉണ്ടായിരുന്നു. ഒരു കൊച്ചു ഫൊക്കാന കൺവെൻഷൻ തന്നെയായിരുന്നു അവിടെ നടന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൊക്കാനയുടെ സ്പോർട്സ് ക്ലബ്ബ്, അത് നമ്മുടെ യുവാക്കളെ കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശത്തിനു കൂടി തന്നെയാണ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നത്. ആ സ്പോർട്സ് ക്ലബ്ബ് ന്യൂയോർക്ക് ഒരു ടൂർണമെന്റ് നടത്തി. ചിക്കാഗോയിൽ അടുത്ത സാറ്റർഡേ നമ്മുടെ സന്തോഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു. ഇതെല്ലാം ഫൊക്കാനയുടെ ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റിക്ക് എല്ലാം നമ്മൾ നേതൃത്വം കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കുന്നു, അവരെ ഫൊക്കാനയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു, അമേരിക്കൻ മലയാള സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു, അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അവസരങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം ഫൊക്കാനയുടെ അടുത്തടുത്ത ഭാരവാഹികളായി വരുന്നു. അവരാണ് വരേണ്ടുന്നത്. അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ്.
ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഇരിക്കുന്നവർ ഇവിടെ വളരെയധികം ആൾക്കാരുണ്ട്. ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ന ഗ്രൂപ്പിൽ പോയി മത്സരിക്കണമെന്ന്. ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നടത്ത് ചെയ്യണമെന്ന്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി മത്സരിക്കുകയോ അവർക്ക് വേണ്ടുന്നിടത്ത് നിൽക്കുകയോ ചെയ്യുന്നത് അവരുടെ കാര്യമാണ്. ഓരോരുത്തരുടെ മനസ്സതി അനുസരിച്ച് ഞാൻ എവിടെ നിൽക്കും, എങ്ങനെ നിൽക്കും എന്നൊക്കെ ഉള്ളത്. അത് ഒരിക്കലും ഞാനോ എന്റെ ടീം സജിമോൻ ആന്റണിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമോ ട്രസ്റ്റി ബോർഡോ പറയത്തില്ല നിങ്ങൾ ഇന്നടത്ത് പോയി നിൽക്കുക ഇന്നെന്നുള്ള കാര്യം. ഇനിയും ഫൊക്കാന കേരള കൺവെൻഷൻ നമ്മളെല്ലാം മിക്കവാറുള്ള ഒരു ഫൊക്കാന കേരള കൺവെൻഷൻ പങ്കെടുത്തവരാണ്. ഒരു ചരിത്രം എന്നുള്ളതിനേക്കാൾ നല്ലത് അത് ചരിത്രത്തിനേക്കാട്ടും വലിയ പേടുണ്ടോ എനിക്കറിയത്തില്ല. അത്രത്തോളം ഒരു പ്രവാസി സംഘടനയും നടത്തിയിട്ടില്ലാത്ത ഒരു കൺവെൻഷനാണ് നമ്മൾ നടത്തിയത്. ഇവിടെ ഇരുന്നുകൊണ്ട് മാനേജ് ചെയ്ത് അവിടെ 1000-ലധികം പേരെ ഞങ്ങള് അവിടെ വരുത്താമെങ്കിൽ സജിമോൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ശ്രീമാരെ നമ്മൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് മാനേജ് ചെയ്ത് കേരളത്തിലെ 1000 പേരെ വരുത്താമെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് കൽഹാരി കൺവെൻഷൻ 50,000 പേരെ വരുത്തിക്കൂടാ? അതാണ് ഞങ്ങളുടെ എയിം. ഇവിടുത്തെ കേരള കൺവെൻഷൻ ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രവാസി സംഘടന നടത്തിയിട്ടില്ലാത്ത 3 ദിവസത്തെ കൺവെൻഷനാണ് അവിടെ നടന്നത്. എണ്ണിച്ചിട്ട് അപ്പം പോലെ പ്രവർത്തിച്ച ആ ഒരു കൺവെൻഷൻ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. അവിടുത്തെ സാഹിത്യ സമ്മേളനം, മീഡിയ സെമിനാർ, അങ്ങനെ ഓരോന്ന് വുമൻസ് ഫോറം, അങ്ങനെ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഓരോരോ സെമിനാറുകളാണ് അവിടെ നടന്നത്. അത്രത്തോളം വാല്യൂം പത്രങ്ങൾ, കേരളത്തിലെ പത്രങ്ങൾ മൊത്തം എഴുതിയ ഒരു കേരള കൺവെൻഷൻ ആയിരുന്നു നമ്മുടെ കൺവെൻഷൻ. ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇന്നുവരെ ഫൊക്കാനയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. ഞങ്ങൾക്ക് ശേഷം ഞങ്ങളെക്കാട്ടും മുന്നോട്ട് ഈ സംഘടന വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ എനിക്ക് ശേഷം പ്രളയം എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കത്തില്ല. ഈ സംഘടന മുന്നോട്ട് പോകണം. ഇതിനേക്കാട്ടും വലിയൊരു കൺവെൻഷൻ ആയിരിക്കും അടുത്തത് വരുന്നത്. അങ്ങനെ ഒരു ഭാരവാഹികൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇലക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫൊക്കാനയുടെ ഇലക്ഷൻ കാര്യം, പിന്നെ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട നിങ്ങളാണ്. അതിനുകൂടിയാണ് ജനറൽ ബോഡി നമ്മൾ ഇന്നിവിടെ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഫൊക്കാനയുടെ ഞാൻ പറഞ്ഞു, ഫൊക്കാനയെ കുറച്ച് അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അമെൻമെന്റ് കൊണ്ടുവന്നത് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തു. അത് ഞാൻ പറഞ്ഞതാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തു, നാഷണൽ കമ്മിറ്റി ഡിസ്കസ് ചെയ്തു, അത് ട്രസ്റ്റി ബോഡി ഡിസ്കസ് ചെയ്തു. അവിടെ വന്ന് നമ്മൾ ആർഗ്യുമെന്റ് നടത്തി, അവിടെ നിന്ന് പറഞ്ഞ ചേഞ്ചസ് വരുത്തി. അതിന് ശേഷമാണ് അത് നമ്മുടെ ഫൗണ്ടേഷനും മുൻ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമുള്ള ഞങ്ങൾക്ക് ഒരു ടീമുണ്ട്. ഇന്നുവരെ ഇല്ലാത്തതാണ്, പുതിയതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ ടീമിൽ വന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ഒരു ബൈലോ ചേഞ്ചസ് ആണ്, അമെൻമെന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. അത് ഞങ്ങളുടെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. അത് ഉണ്ടായാലും ഇല്ലായാലും ഈ കമ്മിറ്റിക്ക് യാതൊരു പ്രയോജനമുള്ള കാര്യമല്ല. അത് ഫൊക്കാനയുടെ ഭാവി സുരക്ഷിതമാവണം. ഈ സംഘടന മുന്നോട്ട് കൊണ്ടുവന്നത് നല്ലൊരു രീതിയിലാവണം. ഈ ഭാവിയിലും ഞങ്ങൾക്ക് ശേഷവും ഈ സംഘടന മുന്നോട്ട് പോകണം എന്നൊരു ആശയും ആഗ്രഹത്തോടും കൂടി കൊണ്ടുവന്നൊരു അമെൻമെന്റ് ആണത്. അത് കോറമില്ലെങ്കിലും നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട. കോറം വേണം എന്ന് ഞങ്ങൾ ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല. കാരണം 2 ഭാഗത്ത് നിന്ന് 2 രീതിയിൽ മത്സരങ്ങൾ വന്നപ്പോൾ ഞാൻ സജിമോൻ എന്നോട് ശ്രീമാരെ 2 ഭാഗത്ത് നിന്നും മത്സരങ്ങൾ വരുന്നു, നമ്മൾ ഈ ആൾക്കാരെ ഒന്നും അങ്ങനെ വിളിച്ച് നിർബന്ധിക്കേണ്ട. വരുന്നെങ്കിൽ വരട്ടെ, നമുക്കത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ എല്ലാം ആഗ്രഹം എങ്ങനെയാണെന്നുള്ളത് പറയുക. നമുക്ക് ഈ ജനറൽ ബോഡിയിൽ ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് സജിമോൻ ആന്റണിയെ വിളിക്കുന്നു. പ്രസിഡന്റ് സജിമോനെ വിളിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ ഈ ജനറൽ ബോഡി 2 വാക്ക് പറയേണ്ടത് ആവശ്യമാണ്. സെക്രട്ടറി എന്ന നിലയ്ക്ക്, പ്രസിഡന്റ് എന്ന രീതിയിൽ പല പ്രസിഡന്റുമാരും ഫൊക്കാനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുമുണ്ട്. വ്യത്യസ്തമായ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് 2 ടൈം നിന്നിട്ടുണ്ട്. ഒരു സംഘടനാ പ്രവർത്തനം എന്താണെന്നും എത്ര ബുദ്ധിമുട്ടാണെന്നും നല്ലതായി അറിയാം. ഈ സംഘടന മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാതാണ് ഈ ഫൊക്കാനയുടെ ഓരോ കമ്മിറ്റിയും വരുന്നത്. അവർക്ക് ഫണ്ടെന്ന് പറഞ്ഞില്ല, ഫണ്ട് റേസ് ചെയ്ത് വേണം നാം ഈ ഒരു പ്രവർത്തനം നടത്താൻ. അവർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബൈലോ ചേഞ്ചസ് ഒരു ചെറിയ അമെൻമെന്റ് കൊടുക്കും. പക്ഷെ അത് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ അങ്ങനെ ഒരു ഫണ്ട് റേസ് ചെയ്ത് ഫൊക്കാനയുടെ പ്രവർത്തനം 1 വർഷം
ഇത്രയും ഭംഗിയായി കൊണ്ടുപോകാൻ എനിക്ക് പ്രചോദനമായി എനിക്ക് ലീഡർഷിപ്പ് തന്ന പ്രസിഡന്റ് സജിമോൻ ആന്റണി എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. നമുക്കൊരു നല്ലൊരു കൈയടി കൂടി പ്രസിഡന്റ് സജിമോൻ ആന്റണിയെ നമുക്ക് അധ്യക്ഷ പ്രസിഡന്റിനോട് വിളിക്കാം. തുടങ്ങുന്നതിന് മുമ്പ് 2 അനൗൺസ്മെന്റ് തുടങ്ങാം. അധ്യക്ഷ പ്രസംഗത്തെ കണക്കാക്കേണ്ടത് നിങ്ങളുടെ എല്ലാ ടേബിളിൽ 3-4 ഫോമുകളുണ്ട്. മുമ്പ് നമ്മൾ ധൃതി പിടിച്ചാണ് ചെയ്തത് പ്രോഗ്രാമുകൾ. കാരണം മുരുകാട് സാറിന് 12:45 ഇവിടുന്ന് അയക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റിയില്ല. അതിനകത്തൊരു അതൃപ്തിയും കൂടെ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഇതാരും ലൈവായിട്ട് ഫ്ലാഷ് ആക്കാൻ വേണ്ടിയില്ല. ആസ് എ ഫൊക്കാന ലീഡർ നാഷണൽ കമ്മിറ്റി ദൈവത്തെ ഓർത്ത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ബി ഹിയർ ടൈമിൽ. ഗസ്റ്റ് വന്ന് 12:45 ഇരുന്നിട്ട് അവർക്ക് 12, 15, 12:30 ആയിട്ട് വന്നിട്ട് അത് എന്നോട് ചെയ്യുന്ന ഔദാര്യമല്ല. ഇറ്റ്സ് യുവർ ജോബ്. ഓക്കെ, അതൊരു ഇതായിട്ട് പറഞ്ഞു. മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഫോമുകളുണ്ട്. ആ ഫോമുകളിനകത്ത് ഒന്ന് മെഡിക്കൽ കാർഡ്, പ്രിവിലേജ് കാർഡിനെ പറ്റി പലതവണ പറഞ്ഞാണ്. അതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഫോംസുകളുണ്ട്. അതൊന്ന് നിറച്ചിട്ട് കിട്ടാത്ത ആൾക്കാർ അത് ഫില്ല് ചെയ്തിട്ട് പോകുന്നതിന് മുമ്പ് അവർ കാർഡ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവുക. നമ്മുടെ അത്രയും ലോജിസ്റ്റിക് കുറയാൻ വേണ്ടിയാണ്. മറ്റ് ആൾക്കാർ ലീഡേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, നാഷണൽ കമ്മിറ്റിയോടെ എല്ലാവരും ഇരിപ്പുണ്ട്. അവർ ചിലർക്ക് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ആ പഞ്ചായത്തുള്ളതും ഇവിടെ പോകുന്നതിന് മുമ്പ് പ്ലീസ് വാങ്ങിച്ചോണ്ട് പോവുക. ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് കോസ്റ്റിംഗ്. ഞാനൊന്നിനും കണക്ക് വെക്കാറില്ല. എനിക്ക് സ്പെൻഡ് ചെയ്യാൻ അറിയത്തുള്ളൂ. എൻ്റെ ഭാര്യ അത് വിറ്റ്നസ് ആണ്. അത് ഫൊക്കാന ആണെങ്കിലും എന്താണെങ്കിലും. ഇതുവരെ നിങ്ങൾക്ക് അറിയാമല്ലോ ഫൊക്കാനക്കാരന് എന്തുമാത്രം ഇൻകം ഉണ്ട്, അല്ലെ എന്തായിരുന്നു എനിക്ക് കിട്ടുന്നതെന്നൊക്കെ അറിയാമല്ലോ. ഇറ്റ് ഈസ് 0. ഓക്കെ, ഞാൻ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും. പക്ഷേ എങ്കിൽ അതല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ആയിരക്കണക്കിന് മെയിലുകൾ ഞാനും എൻ്റെ മോളിവിടെ ഉണ്ടെന്ന് നീവ, അവൾ ഡെലിഗേറ്റ് ആണ്, ആ കമ്മിറ്റിയുടെ പാർട്ടാണ്. ആ കൊച്ചും കൂടിയാണ് മെയിൽ ചെയ്ത് ലെറ്ററായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് അയച്ചത്. ഇതൊന്നൊരു കംപ്ലൈന്റ് അല്ല. ഐ വാണ്ട് ടു യു ഗൈസ് നോ ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങളത് വാങ്ങിച്ചിട്ട് പോകുക. എത്രയും പറയുന്നത് മാത്രമേ അത് ഫോമുള്ളൂ. പിന്നെ കൺവെൻഷന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, അതിന്റെ ഫോം ഓടി ഇരിപ്പുണ്ട്, അതും കൂടി ചെയ്യുക. ഓക്കെ, വിത്ത് ദാറ്റ് ലെറ്റ് മീ ബിഗിൻ വിത്ത് എ താങ്ക് യു. Thank you to my ഇടതും വലതും ഇരിക്കുന്ന my dear loving executive committee members. No, there is no UDF and LDF in Focana. There is only one Focana. Thank you to all the national committee members and the board of trustee and the board of trustee secretary and the entire board of trustee. Thank you to all former presidents. Madhav Pinari is there and then Paul Kargapalli is there. Georgie Chayan വിളിച്ച് ഹലോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രസിഡന്റുമാർക്കും താങ്ക് യു ടു ചെയർമാൻസ് ആൻഡ് ഈച്ച് വൺ ഓഫ് യു. ഫൊക്കാന എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഓരോരുത്തരുമാണ് റീസൺസ്. സോ ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എനിക്ക് കാണാതെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഫൊക്കാനയിൽ 850 ഡെലിഗേറ്റ്സ് കഴിഞ്ഞ തവണ ഉണ്ടെങ്കിൽ ആ 850 ഡെലിഗേറ്റ്സിന്റെ പേരും എനിക്ക് ആരോടും ചോദിക്കാത്ത എനിക്കറിയാം. കഴിഞ്ഞ തവണ ഒരു ഇലക്ഷന്റെ തമാശകൾ പറയായിരുന്നു, കൂടെ ഇത് വന്നപ്പോ പറയായിരുന്നു, ഒരു അലിഗേഷൻ വന്നു, സജിമോൻ ലിസ്റ്റ് നേരത്തെ കൊടുത്തു. നോ, സജിമോൻ ലിസ്റ്റ് വേണ്ട, സജിമോൻ ലിസ്റ്റ് അങ്ങോട്ട് തരാം. അത് വേറെ ചെയ്ത ഔദാര്യമല്ല. ആ ടീം അതുപോലെ വർക്ക് ഹാർഡ് ചെയ്തതിന്റെ ഫലമായിട്ടാണത്. അതായത് ഒരു അലിഗേഷൻ, ഒരു തമാശ പറഞ്ഞ ഒരു കാര്യമാണത്. സോ ഈ ഫൊക്കാന എന്ന് പറയുന്നതിനെ അത്രമാത്രം സ്നേഹത്തോടെ 2013 ഒരു സാധാരണ പ്രവർത്തകനായി ഇവിടെ ഇരുന്ന, 2016 ഒരു നാഷണൽ കമ്മിറ്റിയായി, 18 ഒരു ട്രഷററായി, 20 സെക്രട്ടറിയായി, ബോർഡായി, ഫൊക്കാനയിലുള്ള എല്ലാ ബോഡിയിലും ഒരു പ്രസൻസ് അറിയിച്ച് പ്രവർത്തിച്ച് മനസ്സിലായതിനു ശേഷം പ്രസിഡന്റ് ആയതാണ് എൻ്റെ ഒരു നേട്ടം, ഈ ഒരു കമ്മിറ്റിയുടെ ഒരു നേട്ടം. പലപ്പോഴും നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഓരോരുത്തർ കയറി വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ സംഘടനയെ പറ്റി ഇല്ലാത്ത അറിവില്ലായ്മയാണ് അതിനൊരു കാരണം. അപ്പൊ അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഓപ്പോസിറ്റ് വേയിലാണ് ഞാനിത് ഇതിനെ വിഭാവനം ചെയ്യുന്നത്. ഇനി നിങ്ങളിൽ എത്ര പേര് ഇതിനു മുമ്പ് ജനറൽ ബോഡി കൂടിയിട്ടുണ്ടെന്ന് ഏകദേശ ധാരണയുണ്ട്. 2012 തൊട്ട് 2025 വരെ സാധാരണ ഒരു ജനറൽ ബോഡിയിൽ നമ്മുടെ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള സീനിയർ ലീഡേഴ്സിനൊക്കെ അറിയാം, ഈ മിഡ് ടൈം ജനറൽ ബോർഡിന്റെ കാര്യമാണ് പറയുന്നത്. 30 പേര്, 42 പേര്, 38 പേര്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലും 10 പേരുണ്ടെങ്കിൽ 2-3 പേരും വന്ന് മിഡ് ടൈം ജനറൽ ബോഡി നടത്തിയ സംഘടനയാണ് ഈ സംഘടന കഴിഞ്ഞ 10-15 വർഷമായിട്ട്. Now you see that almost all executives and all the members, national committee members are there. ഓർമ്മയില്ല, I know that 180-ലധികം 150 200 ഞാൻ എണ്ണിയില്ല. whatever it is there, that number itself, it's a historic number in Focana for a mid-term general body. Okay, so you guys deserve a kudos. കാനഡയിലേക്ക് നോക്കുമ്പോൾ കാനഡയിൽ നിന്ന് ജനറൽ ബോഡിയിൽ ഒരാൾ വന്ന ജനറൽ ബോഡി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആരും വരാത്ത ജനറൽ ബോഡി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നാം കാനഡയിൽ നിന്ന് ജോസി കാരക്കാട്ടുണ്ട്, മനോജ് ഉണ്ട്, ജോജി ഉണ്ട്, അവരുടെ കൂടെ വന്ന് മറ്റൊരു ഡെലിഗേറ്റ്സ് ഉണ്ട്.
Right? They deserve it. Right? വാഷിംഗ്ടൺ ഡിസിയിൽ നിന്ന് വിപിനോ അല്ലെ ഒന്നോ രണ്ടോ പേരെ വന്ന് മാത്രം അറ്റൻഡ് ചെയ്ത അല്ലെ അതുപോലും ഇല്ലാതെ വന്ന ചന്ദ്രബോഡി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. Now in the basketball, in the 10-15 പേര് ഒരു ബെസ്സായിട്ട് വന്നായിട്ട് ഞാൻ അറിഞ്ഞത്. Thank you to Bipin and Bengal and Manoj and everybody for that. Okay. Similar way, ചിക്കാഗോയിൽ ഫ്ലൈ ചെയ്ത് ചന്ദ്രബോഡി വന്നതായിട്ട് എന്റെ അറിവിൽ ആരുമില്ല. പ്രവീണും സന്തോഷ് ചായവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ആദരണീയ നേതാക്കന്മാർ ഫൊക്കാന ഇവിടെ നല്ല കൈഡി അതോടൊപ്പം തന്നെ ന്യൂ ജേഴ്സിയിൽ ക്രൗഡ് കൂട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനും ജാക്കബിനും വേണമെങ്കിൽ ഇവിടെ 1000 പേര് ചെയ്യാം. 1-2 കമന്റുകളൊക്കെ ഞാനും കേട്ടു. ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരരുത്, കോറം വേണ്ട, അല്ലെങ്കിൽ എന്തൊക്കെ അമെന്റ്മെന്റ് നമുക്ക് കാണാം എന്നൊക്കെ കമന്റുകളൊക്കെ കൊണ്ടു. അതൊക്കെ ഞാൻ അഡ്രസ് ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ. കാരണം എന്നറിയോ, അങ്ങനെ ഒരു ചലഞ്ചായിട്ട് എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ 1000 പേര് വിളിച്ചു തരും. ഞങ്ങൾക്ക് ചലച്ചു വേണ്ട. കാരണം എന്നറിയോ, എന്നെ സ്നേഹിക്കുന്ന ഫൊക്കാനയെ സ്നേഹിക്കുന്ന നിരവധി ലീഡേഴ്സ് എന്നോടും ഈ കമ്മിറ്റിയോടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവരെ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്, വി ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് പാഷൻ ആൻഡ് ദ സജഷൻസ്. അങ്ങനെയാണ് ആരും റിപ്പീറ്റ് ചെയ്യാണെന്ന് കരുതിയാണ് പലരും ഇറങ്ങാതിരുന്നത് ഇലക്ഷന്റെ കോടതിയിലേക്ക്. ആ ഒരു മെസ്സേജ് ഞാൻ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാ കമ്മിറ്റിയിലും പറഞ്ഞു. Now the candidates are coming. All the best to all the candidates. The normal general body versus this general body, this is the difference. Now moving past. 1983 തുടങ്ങിയ ഫൊക്കാന ഇത് 42 വർഷം പിന്നിടുമ്പോൾ $1 പോലെയുള്ള നല്ല പ്രൊജക്റ്റാണ്. 1-2 പ്രൊജക്റ്റിലും ഒരു വാശിയേറിയ ഇലക്ഷനും പിന്നെ ഒരു വാശി സ്പ്ലിറ്റ്, കുറച്ച് കേസും പിന്നെ കുറച്ച് നാൾ കേസ് ഇല്ലാതിരിക്കുകയും ഒരു കൺവെൻഷനും 75 പേര് വെച്ച് ഉദ്ഘാടനം, അതായത് കൺവെൻഷൻ നടത്തിയ കൺവെൻഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പൊഴിയത്തിലിരുന്ന ആൾക്കാരെ വെച്ചിട്ട് അങ്ങോട്ട് നോക്കിയാൽ 75 പേരായിരുന്നു ഉദ്ഘാടന ദിവസം കൺവെൻഷൻ ഉണ്ടായിരുന്നത്. ആ ചരിത്രവും ഫൊക്കാനയിൽ ഞാൻ കണ്ടതാണ്. നിങ്ങളിൽ പലരുടെ ഇത്രയും പ്രായമില്ല, ബട്ട് ഒബ്സർവ് ചെയ്യാൻ എനിക്ക് പ്രായത്തിന്റെ ആവശ്യമില്ല. ഞാൻ ചില വിറ്റ്നസ് ആയിട്ടുണ്ട്. നിങ്ങൾ പലരും ഞാൻ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താ പറയുന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഫൊക്കാന പ്രവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്രയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എ ടീമോ ബി ടീമോ അങ്ങനെയൊന്നുമില്ല, ജയിച്ച ടീമോ തോറ്റ ടീമോ ഒന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി ചരിത്രത്തിൽ ആദ്യമായിട്ട് തോറ്റ എല്ലാവരെയും നെഞ്ചിലേർത്തുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ പോകാനായിട്ട് തീരുമാനമെടുത്ത് ചേർത്ത് പിടിച്ചതാണ്. ചിലർ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് പേടിയോ പറയാനായിട്ട്. കാരണം ഇവൻ സത്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒരിക്കലും പൊക്കാനെ കണ്ടിട്ടില്ലല്ലോ. സാധാരണ അടിച്ചു പിരിഞ്ഞ് കുറച്ച് നാൾ പിണങ്ങി നടക്കും, പിന്നെ അടുത്ത ഇലക്ഷനാണ് തല വെക്കുന്നത് ഓരോ രൂപത്തിലും ഭാവത്തിലും. അതിനും ഒരു വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് ജയിച്ച അന്ന് തന്നെ ഈവൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്കെതിരെ മത്സരിച്ച നീലച്ചേച്ചിയുടെ ഒക്കെ ഒന്ന് എന്താ പറയുക, കൺട്രോൾ ചെയ്യാനല്ലാത്ത സെൻസ് ഹാൻഡ് ഒരു കമ്പാഷനേറ്റ് പേരിൽ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അസൈൻ ചെയ്ത് ആ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പോലും ഇമോഷണൽ ഫീലിങ്സിനെ മനസ്സിലാക്കിയ ലീഡർഷിപ്പാണ് ഇവിടെ നിൽക്കുന്നത്. അതൊന്നും ഫൊക്കാനയിലോ ഒരിടത്തും കാണാൻ കിട്ടുന്ന ഒരു സാധ്യത. എന്തിന് പള്ളിയിൽ പോലും, നമ്മൾ പള്ളിയിലൂടെ നിൽക്കുന്നത് പള്ളിയിൽ പോലും കിട്ടത്തില്ല, അമ്പലത്തിൽ പോലും കിട്ടത്തില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജനറൽ ബോഡിയാണ് എപ്പോഴും ജനറൽ ബോഡി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, സംഘടനയെ പറ്റി അറിയാത്ത, ഭരണഘടന ഒരു തവണ പോലും വായിക്കാത്ത, ഫൊക്കാനയുടെ ഒരു മീറ്റിംഗിൽ പോലും ചിലപ്പോൾ കയറാത്ത ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കൈപൊക്കി അഭിപ്രായങ്ങൾ പറയാൻ വരുന്നത്. അപ്പൊ എനിക്ക് ഉള്ള ഒരു ആഗ്രഹം ഇതാണ്, ഇന്നത്തെ ജനറൽ ബോഡിയിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ ഫൊക്കാന ഓൺലൈൻ ഡോട്ടിൽ പോയിട്ട് ഭരണഘടന കിടപ്പുണ്ട്, അങ്ങനെ ഒരു തവണയെങ്കിലും വായിച്ചോളൂ, ഏതെങ്കിലും കൈപൊക്കി അഭിപ്രായം പറയാറുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്, പ്രിവിലേജ് കാർഡ് പോലുള്ള പദ്ധതികൾ സത്യം പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് പോകുന്നുണ്ട്. 100 ലിറ്ററലി. ഓക്കെ, 3000, 5000, 10000, 30000. അപ്പൊ ഇത് ഞാൻ ആരെങ്കിലും തന്നെ ജനറലി പറയുമ്പോൾ പേഴ്സണലി എടുക്കരുത്. അതൊരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നാഷണൽ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് ഒരു കാർഡ് പോലും ആർക്കും കൊടുക്കാത്ത നാഷണൽ കമ്മിറ്റിക്കാരുണ്ട്. ഓരോ കമ്മിറ്റികളിൽ ഇരുന്നിട്ട് അവിടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അത് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇനി നമുക്ക് 10 മാസമുണ്ട്. ആ 10 മാസങ്ങളിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കുക. കാരണം ഫൊക്കാന എന്താ കുന്തം ചെയ്യുന്നതെന്ന് ചോദിച്ചുമ്പോൾ നമുക്ക് പറയാനൊന്നുമില്ലായിരുന്നു. ഇന്ന് നമുക്ക് ഫിസിക്കലി മെറ്റീരിയലി കൊടുക്കാനായിട്ട് അത് കിട്ടുമ്പോൾ കാശ് തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന ഫൊക്കാന മെഡിക്കൽ കാർഡുണ്ട്, ഫൊക്കാന പ്രിവിലേജ് കാർഡുണ്ട്. അത് കൊടുത്തതിന്റെ ഒരു മൈലേജ്. എന്തുകൊണ്ട് നമുക്കൊരു 10,000 കുടുംബങ്ങളിൽ ഈ കാർഡുകൾ എത്തിച്ചുകൂടാ? ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. ഐ പുട്ട് മൈ ബ്രെയിൻ, ഐ പുട്ട് മൈ ബ്ലഡ് ഫോർ ദാറ്റ് along with my committee. അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് അതിനകത്ത്.
ഒരു ഹോസ്പിറ്റലിൽ 6 ഹോസ്പിറ്റലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ആ പേപ്പർ കൊണ്ടുവന്ന് ഒരു 500 തവണ ഡിസൈൻ മാറി കാർഡ് അടിച്ച് പ്രിന്റർ ചെയ്ത് അത് ചെയ്ത് ന്യൂസ് ഇട്ട് മീഡിയയിലൂടെ മുഴുവൻ പറഞ്ഞു, എല്ലാ കമ്മിറ്റിക്കാരോടും പറഞ്ഞു. ഇപ്പൊ എന്നാൽ ഒരു സത്യം ഇതുകൂടിയാണ്, എത്ര ഹോസ്പിറ്റലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ ഉത്തരം പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവിടെ കാണും. ഞാൻ എൻ്റെ സർപ്രൈസ് പറയുന്നില്ല, കാരണം സമൂഹം അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആണ് മൂവിങ് ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് പറയാണ് 6 മെഡിക്കൽ ഹോസ്പിറ്റലുകളാണുള്ളത്. കൊച്ചി രാജഗിരി, കോട്ടയം കാരിത്താസ്, പാല മെഡ്സിറ്റി, കിംസ് ട്രിവാൻഡ്രം, ബേബി മെമ്മോറിയൽ കോഴിക്കോട്, ബിലീവേഴ്സ് തിരുവല്ല, അങ്ങനെ 6 ഹോസ്പിറ്റലാണ്. അവിടെ 5 മുതൽ 15% വരെ ഡിസ്കൗണ്ട്. പ്ലസ് നാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ 50 പേര് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ കാർഡുമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഗ്രീൻ ചാനലിൽ കൂടെ നേരെ കയറി പോകാം. 3, നമ്മുടെ കാർഡോമാർ ആരെങ്കിലും അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു കോണ്ടാക്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇതിനകത്തൊരു കോർഡിനേറ്റർ ഉണ്ട്. ഓരോ ഹോസ്പിറ്റലിലും അവരെ വിളിച്ച് അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഹെൽപ്പ് കിട്ടാം. പിന്നെ 4-5 ദിവസം അല്ലെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നാൽ 2-3 ലക്ഷം രൂപ വരുമ്പം അതിന്റെ 10%, 15% എന്ന് പറഞ്ഞാൽ 78,000 രൂപ കിട്ടിയ ആള് ന്യൂയോർക്കിലുണ്ട്. പേരെനിക്ക് പറയാൻ പറ്റത്തില്ല. 78,000 കിട്ടുന്നത് ഈ റോക്ക്ലാൻഡ് കൗണ്ടി, വെസ്റ്റർ ആ ഏരിയയിലുണ്ട്. 78,000. അദ്ദേഹത്തിനോട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് സംഘടനയിലാണ് പോകുന്നത്? അപ്പൊ പറഞ്ഞു പുള്ളി, ചേട്ടാ ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാവുകൊണ്ട് ഒരു സംഘടനയിൽ പോകുക എന്ന് പറഞ്ഞു. എനിക്ക് ഷോക്കായി പോയി സത്യം പറഞ്ഞാൽ. അന്ന് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഈ പൊക്കാനെ പോലുള്ള സംഘടനകളിൽ ഒരു പ്രവർത്തിച്ചില്ലെങ്കിലും ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റുന്നവർക്ക് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പൊ വിച്ച് മീൻസ് എനിക്ക് 3 പിള്ളേരും നല്ലൊരു ഭാര്യയും 2-3 ചെറിയ ബിസിനസ്സും മീഡിയയിൽ ആവശ്യത്തിന് സമയവും എല്ലാം ഉള്ള ആളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് കഷ്ടപ്പെടുമ്പം അതുപോലും നല്ല വാക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യണമെന്നുള്ളൊരു അപേക്ഷയാണ് ഇത് ആസ് എ ഫൊക്കാന പ്രസിഡന്റ് ആൻഡ് ആസ് എ ഫ്രണ്ട് ഓഫ് യു. രണ്ടാമത്തേത് പ്രിവിലേജ് കാർഡിന്റെ കാര്യം പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തിങ്കിങ് വന്നത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും പോയിട്ട് 10 തൊട്ട് 15% വരെ 3 ക്ലാസിക്കൽ എക്സാമ്പിള്. അവിടെ പോയി ബാഗ് വാങ്ങിയായിരിക്കും അല്ലെ. പിലിപ്പേട്ടൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 2 ബ്ലാക്ക് ലെവൽ ആയിരിക്കും വാങ്ങിക്കുന്നത്, റൈറ്റ്? പാർവട്ട ചേച്ചി പോവുകയാണെങ്കിൽ ചോക്ലേറ്റ് ആയിരിക്കും വാങ്ങിക്കുന്നത് ചിലപ്പോൾ, റൈറ്റ്? ഈ 3 കാറ്റഗറിയിലുള്ള ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർ അവിടെ പോയാലും അവർക്ക് 10 തൊട്ട് 15% വരെ തിരിച്ചു കിട്ടുന്ന ഒരു സാധനമാണ്. ഈവൻ ലാസ്റ്റ് പലരും ഇവിടെ ഓക്കെ. ലാസ്റ്റ് ഇതാണ് $6,000 നമ്മുടെ ഒരു VIP ഇവിടെ വന്നായിരുന്നു. PJ അപ്പൂവിന് ഞാൻ കാർഡ് കൊടുത്തു. He got 6,000. ടെക്സ്റ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, റൈറ്റ്? അപ്പൊ നമ്മൾ ചോദിക്കുന്നു, ഞങ്ങൾക്കൊക്കെ ഒത്തിരി ബിസിനസ്സും പൈസയും ഉള്ള ആൾക്കാർ നമുക്ക് എന്നാണിക്കണേ 10,000-15,000 രൂപ? എന്റെ പൊന്നു ചങ്ങാതി വരെ അത് വേണ്ടെങ്കിൽ എടുത്ത് പള്ളി കൊടുക്കുക, അമ്പലത്തിൽ കൊടുക്കുക, അല്ലെ എയർപോർട്ടിൽ ഇറങ്ങി കഴിക്കുന്ന പാവം ഇരിപ്പുണ്ട് അവർക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്ന് പൊക്കാനിക്കതാ. We need money, right? If you don't want it, it's a free benefit, right? അപ്പൊ അത് ചെയ്യും പ്ലീസ്, ഓക്കെ? അതാണ് കാർഡിന്റെ കാര്യം പറഞ്ഞത്. ലെറ്റ് മീ അപ്രീഷിയേറ്റ് ജോയിട്ടൻ ചേട്ടനായിരുന്നു നമ്മുടെ കേരള കൺവെൻഷന്റെ ചെയർമാന്. നല്ലൊരു കൺവെൻഷൻ. ശ്രീകുമാർജി പറഞ്ഞു, അതർ സെക്രട്ടറി എത്ര മനോഹരമായിട്ടാണ് 3 ദിവസം അടിച്ചു പൊളിച്ച് 5 സ്റ്റാർ 7 സ്റ്റാർ ലെവലിൽ നമ്മൾ കൊണ്ട് ആ കൺവെൻഷൻ എത്തി. 44 പേര് കാലില്ലാതെ വന്നു, കാലുമായി പോയി. 142 പിള്ളേര് നീന്തൽ അറിയാതെ വന്നു, നീന്തൽ പഠിച്ച സർട്ടിഫിക്കറ്റുമായി പോയി. കേരളത്തിൽ ആ നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുത്തു. 26 കുടുംബങ്ങളുടെ സർട്ടിഫിക്കറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഫീസ് അടയ്ക്കാൻ ബാക്കിയുള്ളതിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഫൊക്കാനയുടെ വുമൻസ് ഫോറം, രേവതിപ്പള്ളിയും കൂട്ടരും എല്ലാവരും അത് ചെയ്തു കൊടുത്തു. നമ്മൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ആണ് അത് ചെയ്തു കൊടുത്തത്. അങ്ങനെയുള്ള നന്മ മരങ്ങളുടെ കുറെ പരിപാടികൾ നമ്മളിവിടെ ചെയ്തു. ജസ്റ്റ് അടിച്ചുപൊളി മാത്രമല്ല ചെയ്തത് നമ്മൾ. അപ്പൊ അങ്ങനെ കേരള കൺവെൻഷൻ പോയി, പിന്നേക്ക് പോയി, അങ്ങനെ പോയി. ഇപ്പൊ ഈ ഹെൽത്ത് ക്ലിനിക്കിലെ പറ്റിയും കൂടി ഞാൻ ഒരു മിനിറ്റ് എടുക്കുകയാണ്. കാരണം എന്നാണെന്നറിയോ, ദിസ് ഈസ് മേബി ദ ഓൺലി ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു യു ഡയറക്ട്ലി. കാരണം I am not here to play any politics. I am not here to any shouting match or allegation match or I don't belong to that kind of politics. Okay? ഫൊക്കാന ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ ചില ആൾക്കാരുടെയൊക്കെ അച്ഛനും അമ്മമാരും 6 മാസത്തെ മെഡിക്കേഷനുമായിട്ട് വന്നിട്ട് അവർക്ക് ഒരു തവണ പോലും മെഡിക്കേഷൻ ഒന്ന് ടൈട്രേറ്റ് ചെയ്യാൻ ഒരു പ്രാഥമിക ഹെൽത്തിന്റെ സപ്പോർട്ടോ ഇല്ലാത്തപ്പം ബുദ്ധിമാന്മാരായ നമ്മൾ 40-50 വയസ്സുള്ള ആൾക്കാർ നമ്മൾ പള്ളിയിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. ഈ 60-70 വയസ്സായ അച്ഛനമ്മമാർക്കൊന്നും വരരുതേ അല്ലെ വരികയില്ല എന്നുള്ള രീതിയിൽ. നമുക്ക് മെഡിക്കെയർ അല്ലെ മെഡിക്കെയ്ഡ് അല്ലെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതിനുള്ള പരിഹാരമാണ്
ഇറ്റ്സ് നോട്ട് ഈസി. ആദ്യത്തെ ചലഞ്ച് കിട്ടിയത് എന്താണെന്നറിയോ? ഈ പൊളിറ്റിക്സിനകത്താണ് കിട്ടിയത്. AKMGയുമായിട്ട് സഹകരിച്ച് നമ്മളൊരു MOUയിലേക്ക് പോവുകയായിരുന്നു. അന്നേരമാണ് കറണ്ട് പ്രസിഡന്റ്, അന്നേരത്തെ ഡോക്ടർ ദീപു, ഐ എം താങ്ക്ഫുൾ ടു ഡോക്ടർ ദീപു. വരാൻ പോകുന്ന പ്രസിഡന്റ് ഒരു കമന്റ് അടിച്ചു, ഫോമിലും ഇതിനെ പൊക്കാനിലും ഒക്കെ ഭയങ്കര പൊളിറ്റിക്സ് നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. സോ 3 മാസം വലിച്ച് ലോഞ്ച് ചെയ്യാൻ പോയ പ്രൊജക്ട് അവിടെ നിന്നു. പക്ഷെ എനിക്കൊരു ഉപകാരമുണ്ട്, എന്താണെന്നറിയോ? എനിക്കിങ്ങനെ ചലഞ്ചസ് വരും, എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് ഇറ്റ്. അപ്പൊ അത് 10 കൊണ്ട് നിർത്തേണ്ടത് ഞാൻ കൊണ്ട് 20 കൊണ്ട് നിർത്തത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ടീമിനെ കൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് 30-40 പോയി നിൽക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ നമ്മൾ AKMG വിട്ടു. അവരെ പറ്റി മോശമായിട്ട് പറയല്ല, അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. സോ വി പ്രൈവറ്റ്ലി അപ്രോച്ച് ഈച്ച് ഇൻഡിവിജ്വൽസ്. സോ വി ഹാവ് എ ടീം ഓഫ് 10 മെഡിക്കൽ ഡോക്ടേഴ്സ്, NPs, ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിന്നുള്ള ആൾക്കാർ. നമ്മുടെ ജീമോൻ ഉണ്ട് ഇവിടെ. വേറെ ജീമോൻ ഇവരുണ്ട് ഇവിടെ കേട്ടോ? ഇല്ല, ഓക്കെ. ജീമോൻ ഫാർമസിസ്റ്റ്. അങ്ങനെയുള്ള കുറച്ച് നല്ല വ്യക്തികളുടെ ഒരു വെച്ച് ഞാൻ ഈ ഐഡിയ ടോസ് ചെയ്ത് ഒരു ആക്ഷനബിളാക്കി ഇത് കൊണ്ടുവന്ന് 4 ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ ഇത് ടോട്ടലി കൊളാപ്സ് ആയി. കാര്യം എന്താണെന്നറിയോ? ഇത് പ്രാക്ടിക്കലി നടക്കത്തില്ല. കാരണം ഒരു ക്ലിനിക്കിന് ഒരു ഡോക്ടറെ വെക്കണമെങ്കിൽ $4000 പെർ മന്ത് മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് വേണം. ടൈംസ് 12, 48,000 പെർ ക്ലിനിക്. ഇമ്പോസിബിൾ. ആ മീറ്റിംഗിൽ എന്താ 8 പേരും പറഞ്ഞു ഇട്ടേക്കാം, നമുക്ക് നടക്കത്തില്ല. അപ്പോഴാണ് എനിക്ക് തലേ തോന്നുന്നത്, ഈ പറഞ്ഞത് നമ്മൾ ഈ ഒരു പള്ളിയെ സെന്ററാക്കി ഞാൻ ആഗ്രഹിച്ചിരുന്നത്. KC അപ്പച്ചേട്ടന്റെ സെന്റർ ഒന്നായിട്ട് ഞാനായിരുന്നു. മാപ്പ് ഫിലഡൽഫിയയിൽ ഒന്നായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. അങ്ങനെയുള്ള സെന്റേഴ്സ് വരുമ്പോൾ ദാറ്റ് ഈസ് ട്രിഗറിംഗ് ദിസ് ബിഗ് കോസ്റ്റ്. സോ ഐ ഡിസൈഡഡ് ടു ടേക്ക് അതങ്ങനെ ഡിസ്കാർഡ് ചെയ്തു. ആ ഒരു ഐഡിയ ഡിസ്കാർഡ് ചെയ്തു. ഇൻസ്റ്റഡ് ഡോക്ടർ ജെയിംസ് നമ്മുടെ ഈ പള്ളിയിലുള്ള ആളാണ്, ഞങ്ങളുടെ പള്ളിയിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രാക്ടീസുള്ള ക്ലിനിക് ഉണ്ട്. അങ്ങനെയുള്ള ക്ലിനിക്കുകളായിരിക്കും ഇനി ഫൊക്കാനയുടെ ഹെൽത്ത് ക്ലിനിക്ക്. അതുവരെ നമ്മൾ ഈ പറഞ്ഞ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് പറഞ്ഞ വലിയൊരു കടമ്പ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് 10 സ്ഥലത്ത് ഒരുമിച്ച് ലോഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ കട്ട് ഷോട്ട് ചെയ്ത് ടു ബിഗിൻ വിത്ത് ന്യൂജേഴ്സി ആൻഡ് ബോസ്റ്റണിലാണ് നമ്മൾ തുടങ്ങുന്നത്. മൂവിങ് ഫോർവേഡ് ഈ കമ്മിറ്റി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുമ്പ് പറഞ്ഞ ഫിലഡൽഫിയയിലും ന്യൂയോർക്കിലും മേരിലാൻഡ് DC-യിലും ചിക്കാഗോയിലും ഫ്ലോറിഡ, ടെക്സസ് അങ്ങനെയുള്ള മേജർ ഏരിയകളിൽ നമ്മളത് കൊണ്ടുപോകും. ഒരു ഡ്രീം പ്രൊജക്റ്റാണ്, സാധാരണക്കാർക്കുള്ളതാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറെ ഫോട്ടോ എടുത്ത് ഫോട്ടോ വരുമ്പോൾ അവിടെ ഇടിച്ച് കയറി നിന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ജനം വെറുക്കുക നമ്മൾ. എന്തുകൊണ്ടാണ്? കാരണം നമ്മളൊരു നല്ല ലേബൽ കാണിക്കുന്നില്ല. ഹിസ്റ്ററി കേൾക്കുന്നുണ്ട്. 5000 പേരുടെയും 6000 പേരുടെയും കൺവെൻഷൻ ഉണ്ട്. ഫൊക്കാനിലൊക്കെ ഭയങ്കര പരമായിരുന്നു. 2 റീസൺ ഉണ്ട്. ഒന്ന്, പള്ളി അമ്പലമൊക്കെ സ്ട്രോങ് ആയി, എല്ലാവരും അവിടെ പോയി കഴിഞ്ഞാൽ പാട്ടും ഡാൻസും എല്ലാം അവിടെ ഉണ്ട്, അവർക്ക് പോകേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തേത് നമ്മളൊക്കെ ഒരു റോങ് എക്സാമ്പിൾസും കാണിക്കും. കാരണം ഈ ഫോട്ടോ പ്രസംഗം അത് ഇതുമായിട്ട് വരുമ്പോഴത്തേക്കും people are staying away from that. അപ്പൊ ഈ 2 കാര്യത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം സഹകരണം വരുന്നത്. അതുകൊണ്ടാണ് എന്നേക്ക് നമ്മളെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത്രയും പേര് ഈ ഒരു സമയത്തും ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. അടുത്ത ഒരു ഡ്രീം മെൻസ് ഫോർ എന്ന് പറഞ്ഞു. മെൻസ് ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾ വിളിക്കുന്ന ആരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെ ചലഞ്ച് ചെയ്യാനാണോ അല്ല ഞങ്ങളെ ചൊറിയാനാണോ, സോറി, അങ്ങനെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ തമാശയിൽ വേറെ ഞാൻ ഒരു ഫാക്ട് പറയുകയാണ്. ഇതിനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ അലക്കിയേക്കരുത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ വരുമ്പോണ്ടല്ലോ ആക്ച്വലി വുമൻസിനേക്കാളും കൂടുതൽ എംപവർമെന്റ് ചിലപ്പോൾ മെന്നനാണ് വേണ്ടത്, റൈറ്റ്? അങ്ങനെയാണ് ഈ ആണുങ്ങൾക്കാണ് ടാഗ് കിട്ടിയിരിക്കുന്നത്, സാരി വിസയിൽ വന്നവരാണ് എന്നൊക്കെ. ഐ എം നോട്ട് ബൈ ദ വേ, ബട്ട് ടാഗ് അങ്ങനെ കിട്ടാറുണ്ട്. ഇതിന് പല ടാഗ് കിട്ടാറുണ്ട്. പക്ഷെ അതിനേക്കാളും മെൻസ് ഫോറും വുമൻസ് ഫോറും ഒരു ഫാമിലി കോൺസെപ്റ്റിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ റോളും ഓരോ ബഹുമാനവും അല്ലെ അവരുടേതായ ആവശ്യങ്ങളും അവരുടേതായ ടാലന്റ് പ്രകടിപ്പിക്കാനുമുള്ള ഒരു വേദിയായിട്ടാണ് ഫൊക്കാന ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഫൊക്കാനയുടെ ഈ പറഞ്ഞ മെൻസ് ഫോറം വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റി ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ജനറൽ സെക്രട്ടറി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. വൈദവേ ഇനിയും അതോടൊപ്പം തന്നെ വേറൊരു പ്രൊജക്റ്റിലൂടെ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അത് വഴിയെടുത്ത് വീശുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ല. ഈ ഇരിക്കുന്ന ചെറിയ വലിയ മനുഷ്യന്റെ ഔദാര്യം കൊണ്ട് നന്മ കൊണ്ട് പത്തനംതിട്ട ചിറ്റാറി കിട്ടിയ സ്ഥലത്ത് നമ്മൾ ആർക്കിടെക്ചർ പ്ലാൻ വരെയായി. ഇനി അത് ടൗൺഷിപ്പിലേക്ക് അപ്രൂവൽ പോകണം. പക്ഷെ ഇതുകൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓണസ്റ്റി പറയാണ്, എല്ലാവരും നല്ലതാണ്, പക്ഷെ പണിയെടുക്കാൻ ആൾക്കാർ കുറവാണ്. അതുകൊണ്ടിട്ടാണ് ചില കാര്യങ്ങൾ ഇത്ര മനസ്സിലെ ആ സ്പീഡിൽ അങ്ങോട്ട് പോവാത്തത് എന്നൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സംഘടനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പൊടിക്ക് ഒരു സമയം കൂടി ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ഈ പ്രൊജക്റ്റുകളെല്ലാം നമുക്ക് ചെയ്തു തീർക്കണം. അതിനുള്ള ഹെൽപ്പും കൂടി ഞാൻ ഈ ഒരു സമരത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്.
ഒരു 30 സെക്കൻഡ് ഈ ഭരണഘടനയുടെ അമെന്റ്മെന്റുകൾ പറഞ്ഞു. ഓക്കെ, ഐ നോ ഇത് കോറ വെച്ച് പാസ്സാക്കി പോകാനല്ല, പക്ഷെ ഐ വാണ്ട് യു ടു ബി അവെയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, 4-5 പ്രൊപ്പോസലുകളാണ് പറഞ്ഞത്. ശ്രീമാൻ പറഞ്ഞ പോണക്ക് ഫൊക്കാനയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നാഷണൽ കമ്മിറ്റി, ട്രസ്റ്റി ബോർഡ്, ഒഫീഷ്യൽ ബോഡി 3 ഉള്ളൂ. ഈ 3 ബോഡിയിലും പ്ലസ് നമ്മൾ ഫോർമർ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും മറ്റ് കമ്മിറ്റി ചെയർസിനെയും കൂടെ ആദരിക്കാനും ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആക്കാനും ഒരു 48 പേരുടെ അഡ്വൈസറി കമ്മിറ്റി കൂടി ഉണ്ട്. ഇത്രയും ഫോറത്തിൽ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ആ കമ്മിറ്റിയുടെ യുനാനിമസ് തീരുമാനമാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മിഡ്സ് ഡെലിഗേറ്റ്സിന് വിട്ടിരിക്കുന്നത്. ദാറ്റ്സ് എ യുനാനിമസ് ഡിസിഷൻ. നൗ അപ്പോൾ നിങ്ങൾ ചോദിക്കും അവർക്ക് ഡിസിഷൻ എടുക്കാൻ റൈറ്റ് ഉണ്ടോ? That committee has the decision to take the decision, but അത് ലീഗലി പ്രാവർത്തികമാണെങ്കിൽ ജനറൽ ബോഡി ഹാസ് ടു അപ്രൂവ് ഇറ്റ്. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒന്നാമത്തെ നിർദ്ദേശം ഇതായിരുന്നു, ക്രൈറ്റീരിയ ഫോർ പ്രസിഡന്റ്. എനിക്കൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഐ എം അക്നോളജിങ് ദാറ്റ്. നിങ്ങളിൽ പലർക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പൊക്കാനയുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് പൊക്കാനയിൽ കയറി വന്നിട്ട് അവർ പിന്നെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പം വാട്ട് ഹാപ്പൻ ടു ദ പീപ്പിൾ ഹൂസ് വർക്കിംഗ് ഫോർ ഫൊക്കാന എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു ലെയർ ആഡ് ചെയ്യുന്നു. ഇത് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് 2 വർഷം ഏതെങ്കിലും കമ്മിറ്റിയിൽ ഇരുന്നാൽ പ്രസിഡന്റ് ആവാനായിട്ട് എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇതാണ്, ഒരു ലെയറോട് ആഡ് ചെയ്യുക. അതോടൊപ്പം അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷം ഒരു ടേം എക്സിക്യൂട്ടീവ് കമ്മിറ്റി 10 പേരിൽ ഒരാളാകുക. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും അംഗസംഘടനകളിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ എങ്കിലും ആയി 2 വർഷം സേവിക്കുകയാണെങ്കിൽ സംഘടന എന്താണെന്നും സാമൂഹിക പ്രവർത്തകർ ബേസിക് അണ്ടർസ്റ്റാൻഡ് കിട്ടും എന്നുള്ള ആഗ്രഹത്താലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ ബോഡിയും അത് അപ്രോച്ച് ചെയ്ത കാര്യമാണ്. നിങ്ങളും ബി അവെയർ അബൌട്ട് ഇറ്റ്. നമുക്ക് ഇപ്പൊ അടുത്തതില്ല. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കയറാനായിട്ട് ധൃതിയാണ്. സംഘടനയുടെ ഫൊക്കാനയുടെ സ്പെല്ലിംഗ് ചിലപ്പോൾ ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് കേരള സൊസൈറ്റി നോർത്ത് അമേരിക്ക എന്ന് അവർ പറയുന്നത് എനിക്കറിയാം. ഇതാരും പേഴ്സണലി പറയുന്നതല്ല. എനിക്ക് പറയില്ലായിരുന്നു 2013 14 16 നാഷണൽ കമ്മിറ്റി കഴിഞ്ഞപ്പോഴും ഇങ്ങനെയൊക്കെ ആണെന്ന് അടിച്ചത് മനസ്സിലായത്. അപ്പൊ സമയമെടുക്കും ചില കാര്യങ്ങൾക്ക്, അല്ലെ ABC എന്ന് പറഞ്ഞ മടക്ക്. അപ്പൊ പ്രപ്പോസൽ ഇതാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 2 വർഷം നാഷണൽ കമ്മിറ്റിയിൽ 16 പേര് നാഷണൽ കമ്മിറ്റി, 16 പേര് RVP, 5 പേര് 7 പേര് യൂത്തിന്റെ റെപ്പ് ബോർഡിൽ, അങ്ങനെ എല്ലാവരും 48 പേരുണ്ട്. ആ 48 പേരുടെ ആ ഒരു പൂളില് ഒരു ടൈം ഇരുന്നിട്ട് നിങ്ങൾ കയറി വാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. കാരണം ഇതിനു മുമ്പ് പലരെയും ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അത് റോങ് ആയിട്ടാണ് വരുന്നത്. കാര്യം എന്താണെന്നറിയോ, അവർക്ക് അറിയില്ല സംഘടന എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എന്താണ് നാഷണൽ കമ്മിറ്റി, എന്താണ് ബോർഡ് എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ്, അതാണ് രണ്ടാമത്തെ പ്രപ്പോസൽ. വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല ഞാൻ ഈ പറയുന്നത്. ഈ ഒരു പോയിന്റിനകത്തും എനിക്കോ ഇവിടെ ആർക്കും ഒരു പേഴ്സണൽ ഉള്ള ഒരു കേസ് ഇതിനകത്ത്. മൂന്നാമത്തേത് വന്നത് ഇതാണ്, റിപ്പീറ്റ് ടേം. അതായത് ഫൊക്കാനയ്ക്കൊക്കെ പ്രസിഡന്റിനും സെക്രട്ടറിയും ഒക്കെ 2 ടേമൊക്കെ ആകാമായിരുന്നു. പണ്ട് ഏതോ കാലത്ത് ഏതോ ആൾക്കാർ വന്ന് 3-4 വർഷം ഇരുന്ന് ഇറങ്ങിപ്പോകാതിരുന്നപ്പം അവർ മാറ്റി. പക്ഷെ ആ ഒരു മാറ്റം വലിയൊരു വെട്ടായി പോയി. എന്താ പറയുക, വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ വൺസ് ഇൻ എ ലൈഫ് ടൈം 2 തവണയായിരുന്നു. നമ്മൾ ഇരിക്കുന്ന അമേരിക്കൻ ഭവൻ, അമേരിക്കൻ സിറ്റിസൺ, ഈച്ച് വൺ ഓഫ് യു മോസ്റ്റ് ലൈക്ലി ഇവിടെ പ്രസിഡന്റിന് 2 വർഷം ഇരിക്കുക. അതിൽ കൂടുതൽ വലുതാണ് ഫൊക്കാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ അല്ല എന്നാണ്. ഓക്കെ, ഐ നോ മോസ്റ്റ് ഓഫ് യു വിൽ അഗ്രി വിത്ത് ദാറ്റ്. അപ്പൊ അതുകൊണ്ടിട്ട് അപ്പോൾ ചിലർ വിചാരിച്ചു, ഏട്ടാ ഇവൻ ഈ കസേരയിൽ തന്നെ ഇരിക്കാനാണോ, ഇവനിങ്ങനെ മാറുന്ന ഒരു ലക്ഷണം കാണുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രപ്പോസല്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ക്ലാരിറ്റി ഒക്കെ കൊടുത്തേക്കാം. ആക്ച്വലി there is nothing wrong in that if the right people are there. ആ ഡിസിഷൻ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റോങ് എന്താണെന്നറിയോ, if the wrong person is there then that decision is wrong. അവര് ഇനി കയറി കഴിഞ്ഞിട്ട് ഇറങ്ങി പോയില്ല, നമ്മൾ ഇറക്കി വിടുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കമന്റ് പബ്ലിക് ഇതാ ഞാൻ പറയുന്നത്, ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് നൗ. ഐ നോ 2 കാൻഡിഡേറ്റ് ഉണ്ട്, ഫിലിപ്പോസ് ഫിലിപ്പിന്റെ വലത് കൈയും ഇടത് കൈയും ലീലമാരായിട്ടുള്ള ഉണ്ട്, എനിക്കറിയാം. മേ ബി വൺ മോർ മേ ബി കമ്മിങ്, ഐ ഡോണ്ട് നോ. റൈറ്റ്, ഓൾ ദി ബെസ്റ്റ് എവരിബഡി. I am not repeating it now. However, Mr. Madhavan നായർ ഇവിടെ ഇരിപ്പുണ്ട്. ഫിലിപ്പേട്ടനോ ലീല ചേച്ചി ഒന്നായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ചെറുപ്പക്കാരാണ്. നോക്കി വളരെ ചെറുപ്പക്കാരവര്. അവർക്കൊന്നുകൂടെ തോന്നുവാണ് ജോർജ് ഇരിപ്പുണ്ട്, അവർക്ക് നല്ലതായിട്ട് പ്രസിഡന്റ് ആയിട്ട് വന്ന ആൾക്കാരാണ്. അങ്ങനെ ആർക്കെങ്കിലും ഇൻക്ലൂഡിങ് മൈസെൽഫ് എനിക്കൊന്ന് തോന്നുന്നു ഒരു 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ തോന്നുവാണെങ്കിൽ എന്നെ നിങ്ങൾ സ്വീകരിക്കല്ലേ? സ്വീകരിക്കല്ലേ? ഞാൻ വരുന്നല്ലോ പറഞ്ഞേ. അത് നല്ല കാര്യമാണ്. പക്ഷേ അത്
Sure. Let me come back. So, അത് 2 ടേം ആക്കി, അതായത് 1 ടേം, അത് പ്രസിഡന്റ് മാത്രമല്ല, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, വുമൻസ് ഫോറം ചെയർപേഴ്സൺ, ഈ 4 പൊസിഷനാണ് ലൈഫ് ടൈം എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെ 2 ടേം ആക്കുക എന്നുള്ള പ്രൊപ്പോസലാണ്. എന്നാൽ നോ കൺസിക്യൂട്ടീവ്. ഓക്കെ, ഇറ്റ്സ് വെരി ക്ലിയർ. കാരണം ചില ആശാന്മാരൊക്കെ വെറുതെ എന്നെ പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കാൻ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഒന്നുമല്ലോ, എന്റെ ഇംഗ്ലീഷ് ഒക്കെ തെറ്റിപ്പോകും. ഓക്കെ, ഉണ്ടെങ്കിൽ മേ ബി ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പം സോ നോൺ കൺസിക്യൂട്ടീവ്, അതാണ് ഞാൻ പറഞ്ഞത്. റോങ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ നമ്മൾ 2 വർഷം കൂടെ വലിക്കേണ്ട ഗതികേട് നമുക്ക് ആർക്കും ഉണ്ടാവരുത്. ഓക്കെ, അതാണ് അത് അടുത്ത പോയിന്റ്. 4ാമത്തെ പോയിന്റ്, ഫൊക്കാനയെ കഴിഞ്ഞ തവണ വലിയൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടും 1-2 അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. Do I care? I don't care. Do we care? We don't care. I don't care എന്ന് ഇപ്പൊ പറയാൻ പറ്റുന്നത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? But we don't care. കാരണം 1-2 കഴിഞ്ഞ എല്ലാം പൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് മരത്തിനോ വൻമരത്തിനോ ഒന്നും സംഭവിക്കില്ല. വെറുതെ പോകാന്നല്ല, അത് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ദൂരെ കണ്ടിരിക്കുന്നത്, എന്നെക്കാൾ നിങ്ങൾ കൂടുതൽ കണ്ടിരിക്കുന്നതാണ്. ആ ലെസന്റെ പ്രതികരണമായിട്ട് അതിനകത്തുനിന്ന് 3-4 പേര് ഫേക്ക് ആയിട്ട് തന്നെ പ്രസിഡന്റ്, തന്നെ സെക്രട്ടറി, തന്നെ ഇതെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ആരുണ്ടൊക്കെ ചാടിപ്പോയി ഞാൻ കേട്ടത്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഒരു ഗുണമുണ്ട്, ഒരു ഉപദ്രവമുണ്ട് നമുക്ക്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മരിച്ചു കഴിയുമ്പം സ്വർഗത്തിലോ നരകത്തിലോ പോയാൽ അവിടുത്തെ ഫൊക്കാനയിൽ നമുക്ക് മജോറിറ്റി കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയോ, ഒരാൾ മരിച്ച അപ്പം ഫ്ലയർ അടിച്ചിടും, കണ്ടോളൻസ് മെസ്സേജ് ഫ്രം ഫൊക്കാന ഇന്റർനാഷണൽ. അപ്പൊ അവർക്ക് ഭയങ്കര മെമ്പർഷിപ്പ് അവിടെ, സ്വർഗത്തിലും നരകത്തിലും. സ്വർഗത്തിലാണോ നരകത്തിലാണോ എനിക്കറിയില്ല, അത് ദേഹാൻ ഡിബേറ്റ്. ഫുൾ മജോറിറ്റി 100 എവിടെയാ? ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഇടയിൽ ആരുമില്ല. ഏതെങ്കിലും ഒരു പൊട്ടനെ അല്ലെങ്കിൽ പൊട്ടിയെ കിട്ടും. ആരും പേഴ്സണലി ഞാൻ അറ്റാക്ക് ചെയ്യുന്നതല്ല. ഏതെങ്കിലും ഒരു പൊട്ടനെയോ പൊട്ടിയോ എവിടെന്തെങ്കിലും കിട്ടും, അവന്റെ ഫ്ലയർ അടിച്ചിട്ട്. അത് കണ്ട് വിവരമുള്ളവന് സ്കൂളിന്റെ ബെഞ്ചിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ അവരാരും പോകത്തില്ല. ആരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതല്ല. ദിസ് ഇസ് എ ഫാക്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു പ്രപ്പോസൽ വെച്ചെന്നറിയോ, ഫൊക്കാന ഒരു ഗ്ലോബൽ ഫിഗർ ആണ്, ഒരു ഫിനോമിനൻ ആണ്. ഹൗ ഡു വി എൻവിഷൻ ദാറ്റ്? ഇവിടെ കിടന്ന് നമ്മളെല്ലാവരുടെ അഭിപ്രായം പറഞ്ഞിട്ടിരുന്നാൽ മതിയോ? ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ we have to envision that. So there is nothing wrong in expanding in a global way. നോർത്ത് അമേരിക്കയുടെ ഇമ്പോർട്ടൻസ് കളയാതെ കൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് 6-7 ഭൂഖണ്ഡം കൊണ്ടുള്ള ഒരു ഏഷ്യ റീജിയൻ, ഒരു യൂറോപ്പ് റീജിയൻ, ഒരു ഇന്ത്യ റീജിയൻ, ഇന്ത്യ മലയാളം നമ്മുടെ ഒന്നായ കാരണം ആഫ്രിക്ക റീജിയൻ, അങ്ങനെ 6-7 റീജിയൻ ഒഫീഷ്യലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അവിടെയൊക്കെ ഓരോ, നമുക്കിപ്പോൾ ഒരു ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഉണ്ട്, കേരള കോർഡിനേറ്റർ ഉണ്ട്, മറ്റു രാജ്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ MD സ്പോട്ടിൽ ഇരിക്കുമ്പോഴല്ലോ സരസ്വതി പറഞ്ഞിട്ട് നമ്മളിരിക്കേണ്ട സമയത്ത് നമ്മളിരുന്നില്ല പട്ടിക ഇരിക്കുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഇന്റർനാഷണൽ ഉള്ളത് ഒരു സെന്റൻസ് അവിടെ എഴുതി വെച്ചായിരുന്നെങ്കിൽ അല്ല. അപ്പൊ നമ്മൾ ഗ്ലോബൽ എന്നൊരു വേർഡിൽ വെക്കുകയാണെങ്കിൽ ഓൾറെഡി ഗ്ലോബൽ ടീം ഈസ് റെഡി വിത്ത് 100% മൈൻഡ്. ബാംഗ്ലൂർ ടു ദുബായ് ടു പെർത്ത് ടു ലണ്ടൻ ടു യു നെയിം എനി കൺട്രീസ്, ഇറ്റ് ഈസ് റെഡി. ഓക്കെ, കാരണം ഞാനോട് പറഞ്ഞു നമ്മളൊരു ഒഫീഷ്യൽ കമ്മിറ്റി ഒക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ചലഞ്ച് ടു ഫൊക്കാന. ഫൊക്കാനയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആം എന്ന് മാത്രം എന്നെ കരുതിയാൽ മതി. അതാണ് ഫൊക്കാനയുടെ ഇന്റർനാഷണൽ വിങ്. മെൻസ് ഫോറത്തെ പറ്റി ഞാൻ പറഞ്ഞു. അടുത്ത ഒരു പോയിന്റ് ഇതാണ്, 42 വർഷം നമ്മൾ ചരിത്രം മൈക്ക് കിട്ടുമ്പോൾ ഓരോ പറഞ്ഞാലും 4 സെന്റ് പോലും ഈ സംഘടനയിൽ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒരു ടീമും 42 വർഷത്തിൽ മിച്ചം വെച്ചിട്ടില്ല. ആരെ കുറ്റം പറഞ്ഞല്ല. കാരണം എന്താണെന്നറിയോ, സംഹൗ അല്പം ഒന്ന് സേവ് ചെയ്യുക, കുറെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് വന്നിട്ടില്ല. We want to change that. I want to change that. അതുകൊണ്ട് ഞാൻ പ്രപ്പോസൽ ചെയ്തു, എന്താണെന്നറിയോ, നമ്മുടെ ടീം പ്രപ്പോസൽ ചെയ്തു, ഫൊക്കാനയുടെ ഇൻകം വരുന്നത് 100%, നോട്ട് കൺവെൻഷൻ, റെസ്റ്റ് സംഘടനയുടെ രജിസ്ട്രേഷൻസ്, നോമിനേഷന്റെ ഫീസ്, ഇതെല്ലാം 100% belongs to trustee board. Nothing wrong in that. But is that the right way? So I propose that ട്രസ്റ്റി ബോർഡിന്റെ എക്സ്പെൻസുകൾ കഴിഞ്ഞിട്ട്, ഇലക്ഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നവരാണ്, ആ എക്സ്പെൻസുകൾ കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 50-50 ഞാൻ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ബോർഡ് വന്നപ്പോൾ മറ്റു ചില കമ്മിറ്റി അവർ പറഞ്ഞു 50-50 വേണ്ട, 40-60. I said okay, that's fine. So ഈ പ്രപ്പോസൽ 60% ട്രസ്റ്റി ബോർഡ് will keep it for the long term purpose, 40% will transfer to the upcoming committee as a seed money. So they have something to begin with that. അല്ലെങ്കിൽ
ഇത് പൈസയുള്ള ആൾക്കാർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസായിട്ട് ഫൊക്കാനയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെ പ്രസിഡന്റ് നിൽക്കുകയും സാധാരണ ജനങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടാതെ കുറെ പണം എടുത്ത് സോഷ്യൽ മീഡിയ തള്ളുന്ന പ്രസ്ഥാനവുമായിട്ട് ഇത് അതപ്പതിച്ച് നീ താഴേക്ക് പോകും. അതിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഇതാണ്. Don't you agree with me that? 40% keep it, 60% for the future. Anybody who understands the finance, that makes sense. Thank you for the support for that. അങ്ങനെയാണ് ഈ പറഞ്ഞ പ്രപ്പോസലുകൾ. ഇതല്ലാണ്ട് വേറൊരു അജണ്ടയും പ്രപ്പോസലും ഇല്ല. പിന്നെ ബൈ ദ വേ ഒരു കാര്യത്തിനുള്ള റാറ്റിഫിക്കേഷൻ വേണമായിരുന്നു. നമ്മൾ ലോഗോ ചേഞ്ച് ചെയ്തു. ലോഗോ ചേഞ്ച് ചെയ്യാനുള്ള റീസൺസ് നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? കട്ടുകൊണ്ട് പോയിട്ട് വേറെ ആൾ പോയി ആ ലോഗോ എടുത്തുകൊണ്ട് പോയി. നമുക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. അവരെ ഫൈറ്റ് ബാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. We choose, we don't want that. It's not a big deal. കാര്യം എന്തെന്നറിയോ, 100-ലധികം സംഘടനകളുടെ സംഘടനയായി ഫൊക്കാന പോകുമ്പോൾ ഒരു ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ബഹളം പറഞ്ഞ കാര്യമൊന്നുമില്ല. ഐ ബിലോങ്സ് ടു എ കോർപ്പറേറ്റ്. ഇപ്പോഴല്ല, എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ കാണിക്കുന്ന പല മാനേജ്മെന്റിന്റെ കാര്യങ്ങളും ഇറ്റ്സ് എ ലേണിംഗ് ഫ്രം വാട്ട് ഐ ലേൺ ഫ്രം മൈ ലൈഫ് ടൈം. ഓക്കെ, 1997 നോവാർട്ടിസ് ഫാർമസ്യൂട്ടിക്കൽ ലോഞ്ച് കയറിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിരുന്നു നോവാർട്ടിസ്. സിവാഗായി സാൻഡോസ് മെർജ് ചെയ്ത ഒരു കമ്പനി ആയതാണ്. അന്ന് ഞങ്ങള് 1 year ആ ലോഗോ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വി സെലിബ്രേറ്റഡ് ആസ് എ സക്സസ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു ചെറുകിട കമ്പനിയുടെ കാര്യമില്ല പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അന്നായിരുന്നു. ഇപ്പൊ 3-4 റാങ്കിങ് കിടക്കുന്നത്. So that's what it is. I am coming from branding and marketing. This is my experience. Okay. അപ്പം ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഈ ലോഗോയുടെ ചിഹ്നം അല്ല നീ എന്റെ ചിഹ്നം എടുത്തുകൊണ്ട് bullshit, nonsense, sorry for the wrong word, but that doesn't deserve any time from us, honestly speaking. അതിനെയും കൂടെ നമുക്ക് റാറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് ജനറൽ ബോഡിയിൽ. കാരണം പുതിയ ലോകം എത്ര മനോഹരമായിട്ട് ഇന്നൊക്കെ ബ്ലാക്ക് എന്താ LED കണ്ടു കഴിഞ്ഞിട്ട് എത്ര ഭംഗിയായിട്ടാണ് വരുന്നത്. അമേരിക്കയ്ക്കും കാനഡയ്ക്കും മനോജൊക്കെ മനോജും ജോജിയും ഒക്കെ കാനഡയുടെ റെപ്രസെന്റേഷൻ കാനഡയുടെ എല്ലയുടെ വലിപ്പം കൂട്ടാനും ഒക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ലോകയാണ്. അല്ലാണ്ട് വെറുതെ ഒരാൾ ഫോട്ടോഷോപ്പ് അടിച്ച സാധനമല്ല അത്. സോ വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. വി ആർ ഓൾ ഫോർ പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പൊ അതായിരുന്നു അടുത്തത്, റൈറ്റ്? അതാണ് അടുത്തത്. ഇത്രയായിരുന്നു നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ഉള്ളത്. പിന്നെയുള്ളൊരു ലാസ്റ്റ് കപ്പിൾ ഓഫ് പോയിന്റ്സ് പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഒരു ആഗ്രഹമാണിത്. അത് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. എന്നറിയോ, ഫൊക്കാന എന്ന് പറയുമ്പോൾ നമ്മൾ ഫൊക്കാനക്കാരനാണെങ്കിലും ഫൊക്കാനക്കാരനാണെന്ന് തന്നെ പറയണം. ഇവിടെ ഒരു കമ്മിറ്റി കിട്ടുമ്പോൾ ഇവിടെ ഫൊക്കാനയും, നാളെ കമ്മിറ്റി കിട്ടാത്തപ്പോൾ വേറെ സ്ഥലത്ത് പിന്നെ വേറൊരു ആനയോ അല്ലെ വേറൊരു സാധനമായി പോരുത്. ദാറ്റ്സ് റോങ്. നമ്മൾ എവിടെ ഏത് ഫാമിലി ബിലോങ് ചെയ്യുന്നത് ആ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവരുത്. If you are Fokana, you are a Fokana member. If you are XYZ, be there. That's fine. No problem with that. എന്തിനാ ആരും ഇങ്ങോട്ട് വരേണ്ടതല്ല ഞാൻ പറഞ്ഞത്. We are open for everybody. പക്ഷെ ഈ ചാട്ട കൊള്ളൂല. 2 വർഷം ഇവിടെ കമ്മിറ്റി കയറി 2 വർഷം ആവട്ടെ, പിന്നെ അങ്ങ് പറഞ്ഞത് അത് നടക്കത്തില്ല. അത് ദാറ്റ് ഈസ് റോങ്. പാർട്ടികൾക്ക് പരിപാടിക്കൊക്കെ വരട്ടെ, പക്ഷെ ഡോണ്ട് ബി ഇൻ ദ കമ്മിറ്റി, ഡോണ്ട് ഗോ ഇൻ ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഡോണ്ട് കം ടു ദ ബോർഡ് ലൈക്ക് ദാറ്റ്. ശരിയല്ലേ? Agree? These are the valid suggestions from my side. To sum up, വസുദേവ കുടുംബം നമ്മുടെ മോദിജി എപ്പോഴും പറയുന്നത് പോലെ മദർ വിൽ ബി ഹാപ്പി when I say that, right? When I say മോദിജി it means വസുദേവ കുടുംബം ലോകം ഒരു കുടുംബമാണ് എന്നാണ്. For me there is only one Fokana. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അങ്ങനെയാണ്, ഫ്യൂച്ചറും അങ്ങനെയായിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഈ ടീമിനെ ലീഡ് ചെയ്തപ്പോൾ ഡ്രീം ടീം എന്ന് പറഞ്ഞ് ലീഡ് ചെയ്തു. I never ever said, ഇവരോട് അറിയാം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പറഞ്ഞായിരുന്നു, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത് വോട്ട് ചെയ്യിപ്പിക്കാൻ പോകണ്ട. നമ്പർ 1. നമ്പർ 2, ചില ആൾക്കാർ നമ്മൾക്ക് ഡെഡ്ലി അഗെയിൻസ്റ്റ് ആണ്. That's okay. Respect that. That's okay. എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് election is over when the result announced. After that there is no A team or B team or A group or B group. There is no group. Only one. ഒന്നേ ആകാവുള്ളൂ. അത് തോക്കുന്ന ആൾക്കാര് ഓടിപ്പണി വേറെ വളർത്തെ കയറി പോകരുത്. ജയിക്കുന്ന ആൾക്കാര് അവരെ വളർത്തെ കേട്ടാതിരിക്കാൻ ശ്രമിക്കരുത്. അവരെ വളർത്തെ വിളിച്ച് കയറ്റിയിരിക്കാനുള്ള വിനയം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരും ലീഡർഷിപ്പിൽ വരാവൂ. അവരെയോ തെരഞ്ഞെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ഓരോ ഇലക്ഷനും നമ്മൾ പിന്നെ വാദിക്കും, പിന്നെ അത് അങ്ങനെ ഇങ്ങനെയാ, പിന്നെ വഴക്ക് വയ്യ അവരിത്. നമ്മൾ ഫൈറ്റ് ചെയ്ത് എന്നാ പറയുക. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ചിറ്റാറിൽ ഇദ്ദേഹം വീട് വന്നിട്ടുണ്ട്. ഫൈറ്റ് വരേണ്ട അറിയോ? കൊണ്ടുത്താനോ ചിറ്റാർ അംബാസഡർ തന്നോ? ഞാൻ കോട്ടയത്തെ ഒരേക്ക് തരുക. റൈറ്റ്?
ചേച്ചി പറയും ആലപ്പുഴ തരുക, ഞാൻ 20 കോടി ഞാൻ തരുക. ഫിലിപ്പോസ് പറയും അടൂർ തരുക. അങ്ങനെ വേണം കോമ്പറ്റീഷൻ. അല്ലേട്ടോ വെക്കാൻ പോകുന്ന വീടിന്റെ പാറ വെച്ചോണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആവണം. നമ്മൾ നാഷണൽ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, മനോജ് പട്ടപ്പള്ളി പറഞ്ഞു 100, ടിജ പറഞ്ഞു 100 കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ സുദീപ് പറയാ, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പഴത്തിനാ പോയിരിക്കണോ, ഇവൻ 100 കൊടുത്തോ, ഞാൻ 200 കാർഡ് കൊടുക്കും. റൈറ്റ്? അന്നേരം ഇവന് നമ്മുടെ മനോജ് മാർട്ടിന്റെ അവൻ പറയാണ് വാഷിംഗ്ടൺ DC എടാ അവൻ 200 കൊടുത്തു. വാഷിംഗ്ടൺ പറഞ്ഞാൽ ഇവനൊക്കെ കുറെ ചന്തകളുണ്ട്, ഞാൻ 300 കൊടുക്കുക. അതിലായിരിക്കണം നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു ക്യാമറക്കാരൻ, ജേക്കബ് നല്ല ക്യാമറക്കാരനാണ്, ക്യാമറക്കാരൻ ഫോട്ടോ എടുക്കും, നമ്മളോട് പോയി ഇടിക്കൂട്ടുമല്ല ചെയ്തത്. നമ്മൾ ഇടി കൂടാതെ ചിരിച്ചാണ് ജേക്കബ് നല്ല ഫോട്ടോ എടുത്ത് നമുക്ക് തന്നോളൂ. റൈറ്റ്? കോമ്പറ്റീഷൻ നമ്മൾ അങ്ങനെയുള്ള കാര്യമായിരിക്കണം എന്നുള്ളൂ. എനിക്ക് നിങ്ങളെ ആരെയും ഉദ്ദേശിക്കാൻ മാത്രം വലിയ ആളോ പഠിപ്പുള്ള ആളോ നിങ്ങളെക്കാളും വലിയ ആളോ ഒന്നുമല്ല, നിങ്ങളെക്കാളും ചെറിയ ആളാണ്. നിങ്ങളെക്കാളും ഒരു ലെവൽ താഴെ എന്നെ കണ്ടാൽ മതി. ഇതെന്റെ ഒരു ചില നിർദ്ദേശങ്ങളും അഡ്വൈസുകളുമാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഡോണ്ട് യു അഗ്രി? ടു സം അപ്പ് ദാറ്റ്, ഇലക്ഷനെ പറ്റി ശ്രീകുമാർ ഞാൻ പറഞ്ഞു, 2 കാൻഡിഡേറ്റ് ഉണ്ട്, മൂന്നാമത്തെ വന്നേക്കാം. 2028 വരെ എനിക്ക് ഒരാൾ വിളിച്ചു കേട്ടോ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയങ്ങള്. എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹെൽത്ത് ക്ലിനിക്ക് ഇനിയും 1-2 പ്രൊജക്റ്റുകൾ വരാൻ പോകുന്നുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യാനുള്ളതാണ്. എന്നാലും ടീമിൽ നിൽക്കുന്ന ആൾക്കാരോട് എനിക്കൊരു സജഷൻ ഉണ്ട്. ഇഫ് യു ഹാവ് നോ ടൈം ടു അറ്റൻഡ് എ നാഷണൽ കമ്മിറ്റി, ഡോണ്ട് കം. നത്തിങ് റോങ് ഇൻ ദാറ്റ്, ദാറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായ അല്പം സമയവും ടാലന്റും ഇച്ചിരി പൈസയും ആവശ്യം വരുമ്പം കൊടുക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ പറ്റുകയില്ലെങ്കിൽ ഡോണ്ട് ബി ഇൻ ദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. നത്തിങ് റോങ് ഇൻ ദാറ്റ്, ദാറ്റ്സ് ഫൈൻ. കാരണം ദീസ് ആർ ദ റിക്വയർമെന്റ്സ്. ബോർഡിലേക്ക് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഫ്രൈഡേ ആയിരിക്കും മീറ്റിംഗ്, ചിലപ്പോൾ സൺഡേ ആയിരിക്കും മീറ്റിംഗ്, എനി ടൈം മീറ്റിംഗ് എടുക്കാം. വഴികൾ വരുമ്പോൾ എപ്പോഴും ബോർഡാണല്ലോ വിളിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അങ്ങനെ ഒരു കേസ് ഫുഖാനിലില്ല, ഉണ്ടാവാതിരിക്കട്ടെ. ബട്ട് ഇൻ കേസ് ഇഫ് യു നീഡ്, ആ സമയങ്ങളിലൊക്കെ 5 ദിവസം നോട്ടീസ് വേണം, 10 ദിവസം നോട്ടീസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിയമം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെൻ വി കോൾ ദേ ഹാവ് ടു ബി ദേർ. 1, 2 ബോർഡിലേക്കുള്ള വരുന്നതിന് മുമ്പ് ഈ കമ്മിറ്റികളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇരുന്നേ ഫുഖാനെന്ന് മനസ്സിലാക്കിക്കുക എന്താണ്, എന്നിട്ട് ഈ സാധനങ്ങൾ വായിച്ചു നോക്കിക്കേ, എന്നിട്ട് കയറുക. അല്ലാണ്ട് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കയറി നിൽക്കരുത്. ആരെയും മനസ്സിൽ പറയുന്നില്ല. ദീസ് ആർ ജനറൽ ഗൈഡ് ലൈൻസ്. ഞാനിത് എന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഞാൻ കമ്മിറ്റിക്കാരനാകുന്നതിന് മുമ്പ് വെറുതെ ഇരുന്നു, കമ്മിറ്റിക്കാരനായി, പിന്നെയാണ് കയറി വന്നത്. എന്ന് കരുതി നിങ്ങളെപ്പോലെ എന്നെക്കാളും സൂപ്പർമാൻ ആൾക്കാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കയറി വരാൻ കുഴപ്പമില്ലത്. ഞാൻ ജസ്റ്റ് ജനറൽ ഗൈഡൻസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പോയിന്റ്, ഈ കമ്മിറ്റിയുടെ ടീം തീർന്നിട്ടില്ല. ചെയ്യുമ്പോഴാണ് ഈ കമ്മിറ്റി തീരുന്നത്. Whoever running from this committee, their primary job to work for this committee. Election politics do not bring in this committee. I won't tolerate it. കാരണം ഇലക്ഷന്റെ മെഷീൻ ആയ കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ഷൻ. നോ, ഇലക്ഷൻ ഈസ് ഗുഡ്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഡബിൾ എൻജിൻ വേണം. ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യാനുള്ള സ്ട്രെസ്, ആ ഒരു കപ്പാസിറ്റി വേണം. ഒരു ഡബിൾ ജോലി ചെയ്ത് അടുത്ത കമ്മിറ്റിയിലേക്ക് കയറാനുള്ള കപ്പാസിറ്റി കൂടെ വേണം. ഇല്ലെങ്കിൽ നടക്കത്തില്ല. കാര്യം അത് കുളമായിട്ട് പോകുന്നത്. ഞാൻ ആരെ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രഷറർ ഇരുന്നപ്പോഴാണ് ഞാൻ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചത്. റൈറ്റ്? ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. കാരണം അത്രയും എഫേർട്സും ഞാൻ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ടീമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. യു നോ മീ, റൈറ്റ്? പക്ഷെ എല്ലാവരും ചിന്തിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഡോണ്ട് കം ലൈക്ക് ദാറ്റ്. അതർവൈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം. കാരണം ഞാൻ നാളെ ഇതുവരെയുള്ള ഇച്ചിരി അസൈൻമെന്റുകളൊക്കെ വരും. അന്നേരം നിങ്ങൾക്ക് ചെയ്യണത്. മൂന്നാമത്തേത്, ഇലക്ഷന്റെ റിസൾട്ടോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സോ കാര്യങ്ങൾ ആദ്യം പോയി ചുമ്മാ അവിടെ ഇവിടെ ഈ മില്ലാടി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് താഴെ പോയി എഴുതി വെച്ചിട്ട് എന്നാ വാസു കൂടണോ വാടവണ്ണോ കൂടവണ്ണൊക്കെ പറഞ്ഞിട്ട് ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. നമ്മുടെ ടൈം അതിനേക്കാൾ എന്തൊരു വാല്യൂ ഉള്ള ടൈമാണ്. സ്പെൻഡ് സം ക്വാളിറ്റി ടൈം ദാറ്റ്. യുനോ, എന്തെങ്കിലും നല്ല വാക്ക് പറയാൻ പറ്റിയാലും പറയാം, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അതിലുള്ളതാണ്. റൈറ്റ്? അങ്ങനെ ഒരു സിവിൽ ആയിട്ടുള്ള ഒരു ടീം വരട്ടെ, ഇലക്ഷൻ വരട്ടെ, കോമ്പറ്റീഷൻ വരട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ ആരോടും മാറോ നിൽക്കുമെന്ന് പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ ആരോടും നിൽക്കാൻ പറഞ്ഞിട്ടില്ല, ആരോട് നിൽക്കരുതെന്നും പറഞ്ഞിട്ടില്ല. ചിലർ എന്നോട് ചോദിക്കാൻ എവിടെ നിൽക്കണം, ഞാൻ പറയേണ്ട ആൻസർ നിങ്ങൾക്ക് എവിടെയാണ് കെമിസ്ട്രി അവിടെ നിൽക്കുക, അത്ര പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. റൈറ്റ്? അപ്പൊ അങ്ങനെ ഒരു സിവിൽ ആയിട്ടുള്ള ഒരു കൾച്ചർ പോകട്ടെ. അതുപോലെ തന്നെ മുന്നേക്കും വരാൻ പോകുന്ന എല്ലാവർക്കും, എല്ലാ കാൻഡിഡേറ്റ്സിനും എന്റെ ലവ്. Each one of you. Thank you very much. Thank you സജിമാൻ. നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് ഫുഖാനയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും ടച്ച് ചെയ്ത് പോയി.
ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വലിയ സെന്റൻസിന്റെ ഒരു കുഞ്ഞു പാർട്ട് എടുത്തിട്ട് അതിനെ കോട്ട് ചെയ്ത് സംസാരിക്കരുത്. നമ്മൾ പറയുന്ന, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എല്ലാ ഒരു റീജിയണൽ കമ്മിറ്റിയുടെ പേര് ഞാൻ പറഞ്ഞില്ല. എല്ലാ റീജിയണൽ കമ്മിറ്റിയും നല്ലതായിട്ട് വർക്ക് ചെയ്തു. അതിൽ ഫ്ലോറിഡ റീജിയണൽ ഏറ്റവും വലിയ പരിപാടിയായിരുന്നു, സത്യമാണ്. ഒരു റീജിയണൽ കമ്മിറ്റിയുടെ പേര് പറഞ്ഞില്ല. ആൻഡോ എൻ്റെ അടുത്ത് വന്നു, ആൻഡോ സത്യമായിട്ടുള്ള കാര്യമാണ്. ആൻഡോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ ഞാനാണ് ഏറ്റവും വലിയ റീജിയണൽ ഇനാഗ്രേഷൻ ചെയ്തത്. സത്യമാണ്. എൻ്റെ പേര് പറയാൻ എൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റിന്റെ പേര് പറഞ്ഞില്ല. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇന്നിവിടെ സംസാരിച്ച കൂട്ടത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ റീജിയണൽ വൈസ് പ്രസിഡന്റുമാരെയോ ആരുടെയും പേര് ഞാൻ പരാമർശിച്ചിട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേരളത്തിലെ മീഡിയക്കാരുടെ പരിപാടി ചെയ്യരുത്. ഒരു വലിയ സെന്റൻസിന് ഒരു കുഞ്ഞു പാർട്ട് എടുത്തിട്ട് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് ദയവ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാക്കരുത്. ഇതെല്ലാം നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ ഇടയ്ക്ക് സ്പർദ്ധ വരുത്താൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെയുള്ള ഇലക്ഷൻ പ്രവർത്തനം അതല്ല, അങ്ങനെ ആവരുത് എന്നൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സെക്രട്ടറിയുടെ മെസ്സേജാണ്, സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഞാൻ ഇച്ചിരി ആവേശം കൊണ്ടുപോയി. അല്ല, സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഞാൻ എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട്, കിട്ടിക്കാണുമല്ലോ. അപ്പൊ ഞാനത് വായിക്കേണ്ട ആവശ്യം. All the regional VPs, അവരെല്ലാം they did a very good job, including Ando. എന്നിട്ട് കൈ കൊടുക്ക്. അതുപോലെ തന്നെ ലിൻഡോ ജോളി, he did a good job. സന്തോഷ് നായർ, സന്തോഷ് നായർ പറയുന്നുണ്ട്, ചിക്കാഗോയില് നല്ല അടിപൊളി പ്രവർത്തനം ചെയ്തു. പിന്നെ ആരാളുള്ള അവിടെ മനോജ്, ബെൻപോൾ വാഷിംഗ്ടൺ DC, ബെൻപോൾ did a good job. Okay, and then വാൻസിമോൾ കൊള്ളാത്തമ്മ ഇവിടെയില്ല, വാൻസിമോൾ കൊള്ളാത്തമ്മ ഇവിടെയില്ല. She did a good job too. ഹൂസ്റ്റണിലൊക്കെ ഒരു അസോസിയേഷൻ ആയി കിടന്നവർ ഇവിടെ 6-7 അസോസിയേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് Now where is Raji? രാജിക്ക് നല്ല കൈ കൊടുത്ത്. He did a good job. Okay, അവിടെ ആരംഭിപ്പില്ല. ഫിലഡൽഫിയയുടെ മുത്തയുടെ ഷാജി സാധുവിലുണ്ട്, ഷാജിയുടെ കൈയടിച്ച് പൊക്കി കടിച്ച്. He did a good job there. Now ഡെല്ലവേർ നമ്മുടെ അച്ഛൻ്റെ കൈ കൊടുത്ത്. ഡെല്ലവേർ വെറുതെ we put a lot of efforts there, right? അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലുള്ളത് കാനഡയുടെ നമ്മുടെ ജോസിക്കാരൊക്കെ ഉണ്ട്. കാനഡയിലൊക്കെ എത്ര തവണ കിക്ക് ഓഫ് ചെയ്തു നിങ്ങൾക്കറിയാം. കൈയടിച്ചു. അതുപോലെ അറ്റ്ലാന്റയിൽ സീനിയർ ആൾക്കാരെ പറഞ്ഞ് എത്ര തവണ ലോഞ്ച് ചെയ്തിട്ടുണ്ട്? 0. 1-2 അസോസിയേഷൻ പേര് വന്ന് വോട്ട് ചെയ്ത് അല്ലാണ്ട് ഒരു സംഘടന പ്രവർത്തനം അവിടെ ഇല്ലായിരുന്നു. ഈ ഓരോ റീജിയൻസും 500, 1000, 700, 500, 600 പേര് വെച്ചിട്ട് ഉത്സവമായിട്ട് അവർ ഫുൾ ഡേ പ്രോഗ്രാമായി ചെയ്തത്. കൈയടി, ദാറ്റ്സ് ഓക്കെ. There is no politics here. ചില സമയത്ത് എന്റെ അടുത്തിരിക്കുന്ന ശ്രീമാന്റെ കാര്യം ഞാൻ പറയാൻ മറന്നു പോകും. ഇറ്റ് ഹാപ്പൻസ്. അത് നിങ്ങളുടെ കയ്യിൽ മൈക്ക് വന്ന് വീഴുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അടുത്ത വർഷം നിങ്ങൾക്ക് ഇവിടെ കയറിക്കും ഞങ്ങൾ ചോദിക്കട്ടോ. ഓക്കെ, സോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള വഴികൾ ഒത്തിരി വെച്ചിട്ട് പോകരുത്. കാരണം നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വെച്ച് ബുദ്ധിമുട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ചിക്കാഗോയിൽ നടന്നത് നമ്മുടെ കൺവെൻഷൻ. Listen, that topic is over. Please, ഞാൻ ക്ലാരിഫൈ ചെയ്തു. That's okay. കൺവെൻഷന്റെ കാര്യം പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. കൺവെൻഷന്റെ കിക്ക് ഓഫ്, ഇനാഗുറേഷന്റെ കാര്യം പറഞ്ഞു, അത് സമ്മതിച്ചു. ജനറൽ സെക്രട്ടറി റിപ്പോർട്ടാണ്, അതെല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതങ്ങ് വായിച്ചാൽ പോലെ ഞങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തതായിട്ട് ട്രഷറർ റിപ്പോർട്ടാണ്, അതിന് വേണ്ടിയിട്ട് ചോദിച്ചാൽ ഇപ്പൊ കാര്യമായിട്ടുള്ള റിപ്പോർട്ട് തരാനില്ല. എല്ലാ കണക്കും വളരെ സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിൽ ഏത് സമയവും എവറിത്തിങ് ഈസ് അപ് ടു ഡേറ്റ്. കാരണം മെയിനായിട്ടുള്ള കേരള കൺവെൻഷൻ്റെ കണക്കുകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി കമ്മിറ്റിയിൽ കൊണ്ടുവന്നായിരുന്നു. അമേരിക്കയിലത്തെ ഇതുപോലെ കാര്യമായിട്ടുള്ള വലിയ ഒരു ഇൻപുട്ട് പറയാനായിട്ടില്ല. എവറിത്തിങ് ഈസ് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുന്നു. ഐ ഡിഡ്ന്റ് ബ്രിങ് ദ അക്കൗണ്ട്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് മൈ ജനറൽ സെക്രട്ടറി ഈസ് ഗോയിങ് ടു ബ്രിങ് ഇറ്റ്, So, but anybody want to have that information, I am willing to do. My computer is already with me. I can provide you even right now. അതാണ് ഈ അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളൂ. ഞാനിപ്പോൾ 1-2 കാര്യങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും
പ്രസിഡന്റ്, ഞങ്ങള് 3 പേരും, പിന്നെ ഇരിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം വിത്തിയും. ഇപ്പം ഇവിടെ നമ്മൾ വിചാരിക്കും വലിയൊരു ജനസമൂഹമല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ഒരു 1000-10,000 ആൾക്കാരല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഈവൻ മൈസെൽഫ് ഐ ക്യാൻ ബ്രിങ് മേ ബി 100 or 200 or 500 people, I can bring it, but that's not what we were looking for. Every single people are ഓരോ അസോസിയേഷനെ പ്രതിദാനം ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി ആർ എ വെരി ഗുഡ് ട്രാക്ക്. നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു ജനറൽ ബോഡി വളരെ കാര്യമായിട്ട് നടത്താനായിട്ട് സാധിച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഓൺലി തിങ്, ഇലക്ഷനെ പറ്റി ഞങ്ങൾ ആരും ഒരാളെ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ചെയ്യാതിരിക്കുന്നില്ല. ഇപ്പൊ 2 പേരാണ് വരുന്നത്, ഒന്ന് ലീലയും പിരിവും. 2 പേരും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് 2 പേരും വേണം. പക്ഷെ ഒരു പോസിറ്റീവായ രീതിയിൽ നമ്മൾ ഇലക്ഷനെ കാണുമ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്കെതിരായിട്ടുള്ള എന്നോട് കൂടെ നിന്നത് എൻ്റെ പ്രിയപ്പെട്ട രാജ്യസാമൂനാണ്. ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ മിനിറ്റിൽ ഞങ്ങൾ നേരത്തെ അപ്പോഴും സുഹൃത്തായിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും സുഹൃത്താണ്, ഇപ്പോഴും സുഹൃത്തുക്കളാണ്. ആ ഒരു ഞങ്ങൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇവർ 2 പേരും മത്സരിക്കുകയല്ലേ, ഈ മത്സരിക്കുന്ന 1 വർഷം ലീലാമാരായിട്ട് 1 വർഷം കൊടുക്കാൻ പറ്റുമോ? അജണ്ട വിട്ട് പോകരുത്. എല്ലാവരുടെ അഭിപ്രായം കേൾക്കാം. അജണ്ട വിട്ട് പോകരുത്. നമ്പർ 1. നമ്പർ 2, നമ്മളിത് ഇലക്ഷൻ ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു ജനറൽ ബോഡി അല്ലത്. ജനറൽ ബോഡി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ പറ്റി പറയാനും വരുന്ന വിഷയം അറിയാനുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ലിമിറ്റ് ദാറ്റ്. നമ്മൾ 2013 ഇലക്ഷനെ പറ്റി നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത്. അതായത് എന്ത് കാര്യം വളരെ പോസിറ്റീവായിട്ട് എടുത്ത് വളരെ സഹോദരങ്ങളെ പോലെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, അത് ഈ ട്രഷറെന്ന സ്ഥലത്ത് പറയുമ്പോൾ എപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങളെ എനിക്ക് കൂടുതൽ ആവശ്യമുള്ളൂ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഫിലിപ്പും ലീലാമാരുടെ ഫിലിപ്പും 3ാമതായി വരുമെന്ന് എനിക്കറിയില്ല. ഇത് 2 എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ദാറ്റ്സ് ഗുഡ്. പക്ഷെ ആരാണ് ഈ കൺവെൻഷന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഒരു മാനസികവും സാമ്പത്തികവും ശാരീരികമായ സപ്പോർട്ട് ആര് ചെയ്യുന്നോ അവർക്കായിരിക്കും എൻ്റെ ഇത് പൊക്കാനയുടെ അല്ല കേട്ടോ, എൻ്റെ വ്യക്തിപരമായ സപ്പോർട്ട് അവർക്കായിരിക്കും. കാരണം എനിക്ക് അത് എനിക്ക് അക്കൗണ്ടന്റ് ഇല്ല. അപ്പൊ എന്തെങ്കിലും 2 വാക്ക് നിങ്ങളോട് പറയണല്ലോ. ഈ സെക്രട്ടറി എന്നോട് പറഞ്ഞില്ല അങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇല്ല, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത. അതായത് വി ആർ ടോക്കിംഗ് അബൌട്ട് നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു നോർമൽ ബഡ്ജറ്റ് $700,000 മിനിമം നമുക്ക് വേണം നമ്മൾ കലഹാരി കൺവെൻഷനിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. That's not a small amount. That's a big amount. Registration നിന്ന് we are going to get not more than 300,000. Then again there's a big gap. ഇത് ഞാനിവിടെ പറയുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം ഓരോ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാരും അതിനോടനുബന്ധപ്പെട്ട ആൾക്കാരിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. There's a $400,000 we need to raise somehow. അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. ഈ ഒപ്പിട്ട് കൊടുത്ത ആൾക്കാരുടെ കുറേ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എല്ലാം ഐഡന്റിഫിക്കേഷൻ ആട്ടോ. അന്ന് വന്ന ആൾക്കാരെല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. അതിൻ്റെ കാശ് കൊടുക്കാൻ കാരണം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, 55 പേരുണ്ട്. അപ്പൊ എത്ര $400,000 നമ്മൾ കൊടുക്കേണ്ട വന്നാൽ 55 ഡിവൈഡ് ചെയ്യും. പക്ഷെ അതൊന്നും വരില്ല. കാരണം ഫൊക്കാന എന്ന് പറയുന്ന മഹാസംരംഭത്തിൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ നമ്മൾ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ
നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് സമാഹരിക്കാം, നമുക്ക് ഭംഗിയായിട്ട് കൺവെൻഷൻ നടത്താം. വളരെ ബ്യൂട്ടിഫുൾ കൺവെൻഷൻ ആയിരിക്കും. ഈ കൺവെൻഷനിൽ ഒരു കാരണവശാലും ഇതിനും ഇനി നടക്കാൻ പോകുന്ന കൺവെൻഷനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ കൺവെൻഷനിൽ എല്ലാവർക്കും അങ്ങേയറ്റം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാനും ഒരു പ്രത്യേകമായിട്ട് ഒരുപാട് നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൺവെൻഷൻ ആയിരിക്കില്ല. ദിസ് വിൽ ബി എ ഫാമിലി വെക്കേഷൻ. ഞങ്ങൾ ഇതുവരെ നമ്മൾ നടത്തിക്കൊണ്ട് വന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഓൾറെഡി സജിമോനും നിതാനും പറഞ്ഞു. അതുപോലെ തന്നെ ഈ കൺവെൻഷനും നമ്മളുടെ ചരിത്രത്തിലെ ഒരു തിലകക്കുറിയായിട്ട് മാറ്റാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒറ്റ കൈയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അഗെയിൻ സാമ്പത്തികമായ സഹായങ്ങളാണ് എല്ലാത്തിനും കാതലായിട്ടുള്ള കാര്യങ്ങൾ. സോ ഐ ലുക്കിംഗ് ഫോർ എവറിബഡി സപ്പോർട്ട്. ഒരു കാരണവശാലും എൻ്റെ ഭാഗത്തു നിന്ന്, ട്രഷറർ എന്ന ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എപ്പോൾ വിളിച്ചാലും എപ്പോൾ ചോദിച്ചാലും കണക്കുകളിൽ ഒരു പൈസ നിങ്ങൾ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ഉപയോഗിക്കുക കുറവുണ്ടോ എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഐ വിൽ ഗ്യാരണ്ടി ഐ വിൽ പുട്ട് ഇറ്റ് ഔട്ട്. ദാറ്റ്സ് ഓൾ ഐ ക്യാൻ ടെൽ യു.